കൊടുങ്ങല്ലൂർ വന്നിറങ്ങിയ വിവേകാനന്ദ സ്വാമികളുടെ കുതിരവണ്ടി ഓടിക്കുന്ന ഒരു ക്രിസ്ത്യൻ മനോഹരമായി ശ്രീകൃഷ്ണന്റെ വചനമാണ് കേട്ടപ്പോൾ സ്വാമി ചോദിച്ചു, എന്റെ ക്രിസ്ത്യൻ തെരുവ് പഠിച്ചു. അപ്പൊ പറഞ്ഞു, എന്റെ പൊന്നു സ്വാമി, 2 കൊല്ലം പോലെ ഞാനൊരു പുലയനായി. അന്ന് ഈ നമ്പൂരിയെ കാണുമ്പോൾ ഞാൻ ഓടണം. ഞാൻ മതം മാറി ക്രിസ്ത്യാനിയായപ്പോൾ ഈ നമ്പൂരി എന്റെ വീട്ടിലെ കാര്യം തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ള ആളുകൾ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആയാൽ അതേ നമ്പൂതിരിയുടെ വീട്ടിലെ കാര്യസ്ഥനാക്കുന്നത് കണ്ടപ്പോഴാണ് കേരളത്തെ എന്ത് വിളിച്ചത്? ഭ്രാന്താലയം എന്ന് വിളിച്ചത്. ആ ഭ്രാന്താലയത്തിൽ നിന്നും കേരളത്തെ തീർത്ഥാലയത്തിലേക്ക് നമ്മുടെ ആചാരം കൊണ്ടുവന്നു. ഇന്ന് പുലയനോ പറയുന്ന നായകോ നമ്പൂതിരിയൊന്നും വ്യത്യാസമില്ലാതെ നമ്മളൊന്നും ജീവിക്കുക. നമ്മൾ ആദ്രണീയ അധ്യക്ഷൻ മോഹൻജി, വേദിയിലും സദസ്സിലും സന്നിഹിതരായ പ്രിയ കുടുംബാംഗങ്ങൾക്ക് ഏവർക്കും സ്വാഗത നമസ്കാരം. പറഞ്ഞ് നിങ്ങൾ ഒരുപാട് കേട്ട് ബോറടിച്ച ഒരു കഥയുണ്ട്. ഒരു ചിത്രകാരൻ ചിത്രം വരച്ച കഥയാണ്. മനോഹരമായ ചിത്രം വരച്ചു, അത് തെരുവോരത്ത് കൊണ്ടുപോയി നാട്ടി, അതിന് ചുവട്ടിലൊരു ബോർഡ് വെച്ചു. ഇതിലെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുക. പിറ്റേ ദിവസം രാവിലെ അയാൾ ചെന്ന് നോക്കുമ്പോൾ നിറയെ കുത്തുകളും ഭിത്തികളും കുട്ടി ശരിയല്ല, കണ്ണ് ശരിയല്ല എന്ന് പറഞ്ഞ് 100 കണക്കിന് തെറ്റുകളും കുറ്റങ്ങളും ആ ഫോട്ടോയിൽ ചിത്രത്തിൽ നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. തന്നെ ഡ്രോയിങ് പഠിപ്പിച്ച അധ്യാപകനെ തിരിച്ചെടുത്തിട്ട് പറഞ്ഞു, ഞാനൊരു ചിത്രം വരയെ നിർത്തി. കാരണം ഞാൻ വരച്ച ചിത്രത്തിൽ ഇത്രയേറെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ചിത്രം സൂപ്പറാണ്, ചോദ്യത്തിൽ ചെറിയൊരു തെറ്റുപറ്റി, അതുകൊണ്ട് തിരുത്തേണ്ടത് ചിത്രമല്ല ചോദ്യമാണ്. ഇതേ ചിത്രം നാളെ വരയ്ക്കൂ, അതേ സ്ഥലത്ത് കൊണ്ടുപോയി നാട്ടുന്നു, അതിനുശേഷം ഞാൻ പറയുന്ന ചോദ്യം അവിടെ എഴുതി വെക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെയായിരുന്നു എഴുതിയത്. ഈ ചിത്രത്തിലെ തെറ്റുകളും കുറ്റങ്ങളും കണ്ടെത്തി പരിഹരിക്കുക. ഒരു കുത്തൂല, കോമയില്ല, ഒരു പ്രോബ്ലമില്ല. ഹിന്ദു സമൂഹത്തിൽ തെറ്റുകളും കുറ്റങ്ങളും ചൂണ്ടിക്കാണിക്കുവാൻ 100 കണക്കിന് ആളുകൾ. നമുക്ക് പ്രശ്നക്കാരെയാണ് വേണ്ടത്. ആരെയാണ് വേണ്ടത്? പരിഹാരക്കാരെയാണ് വേണ്ടത്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ? നമ്മൾ പറയാറുണ്ട്, ലോകത്തിലെ ഏറ്റവും ചിരപുരാതനമായ ഒരു സംസ്കാരമായതുകൊണ്ടാണ് ഇതിന് സനാതനം എന്നൊരു പേര് കിട്ടിയത്. സനാതനം എന്ന വാക്കിന്റെ അർത്ഥം നാശരഹിതമെന്നാണ്, ഒരിക്കലും നശിക്കാതെന്നാണ്. പക്ഷെ ലോകത്ത് നശിക്കാത്തതായിട്ടെന്തെങ്കിലും ഉണ്ടോ? നശിപ്പിക്കാനാവുണ്ടെങ്കിൽ നശിക്കുമെല്ലാം. പാകിസ്ഥാനിൽ നമുക്ക് സനാതന ധർമ്മം ഇന്ന് കാണുന്ന രൂപത്തിലുണ്ടോ? അഫ്ഗാനിസ്ഥാനിലോ? ഇല്ല. ഇതൊക്കെ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭാഗമായിരുന്നല്ലോ. ഗാന്ധാര ദേശമാണ് ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, പാഞ്ചാൽ ദേശമാണ് ഇന്നത്തെ പാകിസ്ഥാൻ, ബംഗാൾ ദേശമാണ് ഇന്നത്തെ ബംഗ്ലാദേശ്, ബ്രഹ്മപ്രദേശമാണ് ഇന്നത്തെ മ്യാൻമാർ, കുബേറിന്റെ സാമ്രാജ്യമാണ് സ്വർണ്ണമയൂര ലങ്ക. ഇതൊന്നും ഭാരതത്തിനൊക്കെ ഇല്ലല്ലോ. ഇന്ന് 64 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് അഖണ്ഡ ഭാരതത്തിന്റെ വലിപ്പം. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മോദിജി ഭരിക്കുന്ന രാജ്യത്തിന്റെ വലിപ്പം 36 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററേ ഉള്ളൂ. പറഞ്ഞു മഹത്തായ ഗാന്ധാരദേശം, പറഞ്ഞു മഹോദാര ബ്രഹ്മപ്രദേശം, മുറിഞ്ഞിട്ട് വീണു മനോരൂപലങ്ക, മഹാദേവിൻ കാലിലെ പൊൻചിലങ്ക എന്ന് കവി വേദനയോടുകൂടി പാടിയിട്ടുണ്ട്. ഇങ്ങനെ മഹത്തരമായ ഒരു സംസ്കാരം ഇന്ന് 36 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ഇതിനെ അടുത്ത തലമുറക്ക് കൊടുക്കുവാനും സംരക്ഷിക്കുവാനും ആരാണ് തയ്യാറായത്? എറണാകുളം ജില്ലയിൽ നമ്മളാണ്. ഞാനെന്ന തലത്തിൽ നിന്ന് നമ്മളെന്ന തലത്തിലേക്ക് പോകുമ്പോൾ അതൊരു സംഘടനയാണ്. ഇപ്പൊ എറണാകുളം സിറ്റിയിൽ, ആലുവ സിറ്റിയിൽ ഞങ്ങൾ വരുമ്പോൾ ഒരുപാട് ആളുകളെ കണ്ടു. അത് സംഘടനയാണോ? അല്ല, അത് ആൾക്കൂട്ടമാണ്, മാസ്. ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച ആളുകളെ ജനക്കൂട്ടമെന്നും ഒരാദർശത്തിന്റെ പേരിൽ ഒന്നിക്കപ്പെട്ട ആളുകളെ സംഘടന എന്ന് പറയും. അപ്പൊ നമ്മുടെ ആദർശത്തിന്റെ പേരിൽ ഒന്നിക്കപ്പെട്ടത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഈ ഒരു നല്ല ചൂടിൽ കുറച്ച് വേർത്ത് നമ്മളിങ്ങനെ ഒന്നിച്ചിരിക്കുന്നത്. നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ രാഷ്ട്രത്തിന്റെ പരമമായ വൈഭവം, മീൻസ് സർവതോന്മുഖമായ ഉന്നതി. എന്റെ രാഷ്ട്രം വളരണം, എന്റെ രാഷ്ട്രം ലോകത്തിന് മാതൃകയാകണമെങ്കിൽ ഒരു വ്യക്തി എന്നതിൽ ഞാൻ എന്ത് ചെയ്യണം? നമ്മൾ പറയാറുണ്ട്, ലോകത്തിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അത് രാജ്യങ്ങളിലെ പ്രശ്നമാണ്. രാജ്യങ്ങളിലെ ഒരുപാട് പ്രശ്നമുള്ള സംസ്ഥാനത്തിലെ പ്രശ്നമാണ്. സംസ്ഥാനത്തെ പ്രശ്നം ഏതാണ്? 14 ജില്ലയിലെ പ്രശ്നമാണ്. എറണാകുളം ജില്ലയിൽ ഒത്തിരി പ്രോബ്ലം ഉണ്ട്. അതെങ്ങനെയാണ്? എറണാകുളം ജില്ലയിലെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്തിലെ പ്രശ്നമാണ്. ഇതിങ്ങനെ താഴേക്ക് വരുമ്പോൾ നമ്മുടെ ഗ്രാമത്തിലാണ്, നമ്മുടെ വീട്ടിലാണ്, വ്യക്തിയുടെ ഉള്ളിലാണ്. ഓരോ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന പ്രോബ്ലം, അശാന്തി, ആ കുടുംബത്തിന്റെ അശാന്തിയായിട്ട് മാറും. ഒസാമ ബിൻ ലാദന്റെ ഉള്ളിൽ
അദ്ദേഹം വിമാനം തട്ടിയെടുത്തിട്ട് 80ാമത്തെ നിലക്ക് കൊണ്ടുപോയി ഇടിപ്പിച്ച് 10,000-ഓളം ആളുകളെ കൊന്നുകളഞ്ഞു. വിവേകാനന്ദ സ്വാമിയുടെ ഉള്ളിൽ ഒരു ശാന്തി ഉണ്ടായി, അത് ലോകത്തിന്റെ ശാന്തിയായി മാറി. അപ്പൊ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ശാന്തി ഉണ്ടായാൽ അത് ലോകത്തിന്റെ ശാന്തിയാകും. ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ശാന്തി ലോകത്തിന്റെ അശാന്തിയാണ്. അങ്ങനെയെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്നു ശാന്ത സുന്ദരമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കണം. ശാന്തവും സുന്ദരവും സ്വസ്ഥവുമായ ജീവിതം എല്ലാ ജീവജാലങ്ങളും ആഗ്രഹിക്കുന്നു. അത് പ്രകൃതിയുടെ നിയമമാണ്. സുഖത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കണം. അങ്ങനെയെങ്കിൽ സുഖം എവിടെയാണ് കിട്ടുന്നത്? ഒരാൾക്ക് ലഡു വളരെ ഇഷ്ടമാണ്. 1ാമത്തെ ലഡു കിട്ടിയപ്പോൾ അയാൾ ആരെയും നോക്കിയില്ല, ആർത്തിയോടുകൂടി അപ്പം തന്നെ കഴിയും. 2ാമത്തെ ലഡു കിട്ടിയപ്പോൾ തൊട്ടടുത്ത് ആരെങ്കിലും നോക്കി ഒരു പകുതി കൊടുക്കാമായിരുന്നു എന്ന ഭാവത്തിൽ അപ്പോൾ അയാൾ കഴിച്ചു, ആരുമില്ല. 3ാമത്തെ ലഡു കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് ലഡു ഇപ്പൊ ഇനി വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ നിർബന്ധം കൊടുത്ത് അത് കഴിച്ചു. 4ാമത്തെ ലഡു കൊടുത്തപ്പോൾ അയാൾ എഴുന്നേറ്റ് ഓടിയെന്നാണ്. ആരും കഴിച്ചിട്ട്? ലഡുവിനെ കഴിച്ചിട്ട്. 1ാമത്തെ ലഡുവിൽ നിന്ന് 4ാമത്തെ ലഡുവിലേക്ക് വന്നപ്പോൾ ലഡു ബാധ്യതയായി തീർന്നു. സുഖം വസ്തുവിലായിരുന്നു എങ്കിൽ 1ാമത്തെ ലഡുവിന്റെ അതേ സുഖം 4ാമത്തെ ലഡുവിൽ കിട്ടേണ്ടതാണ്. സുഖം വസ്തുവിലല്ല, സുഖം നമ്മളിലാണ്. അങ്ങനെയെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ നിന്ന് ഒരു സമാജമായിട്ട് ഒന്നിച്ച് സഞ്ചരിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സഹോദര മതങ്ങൾ. ഇസ്ലാമും ക്രിസ്ത്യാനിയും എല്ലാം വെള്ളിയാഴ്ചയും എല്ലാ ഞായറാഴ്ചയും അവരുടെയും ഒന്നിച്ച് അമ്പലത്തിലായിട്ട് അവരുടെ ആരാധനാലയത്തിൽ വരും. നമ്മൾ ഒന്നിച്ച് വരുന്നുണ്ട്, പക്ഷെ അവിടെ ഹിന്ദു ധർമ്മത്തെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നില്ല. തൃശ്ശൂർ പൂരത്തിന് അടുത്ത വർഷം നാമജപം മാത്രമാക്കിയാൽ എത്ര പേരുണ്ടാവും? 150-200 പേരുണ്ടാവും. വമ്പിച്ച വെടിമരുന്ന് പ്രയോഗം ഉണ്ടെങ്കിൽ 2 ലക്ഷം ഹിന്ദുക്കൾ ചെയ്യും. അപ്പൊ വെടിമരുന്ന് പ്രയോഗം നമ്മൾ ഒന്നിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടത് വേണം, വേണ്ടാതാരും പറഞ്ഞിട്ടില്ല. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പാലക്കാട് ഒരു ക്ഷേത്രത്തിൽ പ്രഭാഷണത്തിന് പോയി. നല്ല ആളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ യുവസമൂഹവും കമ്മിറ്റിക്കാരും വലിയൊരു തർക്കം നടക്കുന്നത്. തർക്കം ഇതാണ്: ഈ വരുന്ന ഉത്സവത്തിന് ഒരാൾ വേണമെന്ന് ആര് പറയുന്നു? പ്രായമുള്ള കമ്മിറ്റിക്കാർ. യുവാക്കൾ പറയുന്നത് ഒരു 5 ആന വേണം. അതാണ് തർക്കം. എന്ന് വെച്ചാൽ 35 ലക്ഷം രൂപ വേണം ഈ ഉത്സവം ഈ 5 ആനയെ കൊണ്ടുവരുമ്പോൾ. അപ്പൊ ഈ സമൂഹത്തിൽ അങ്ങനെയുള്ള പല ചർച്ചകളും നടക്കുന്നു. അപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആനയോട്ടത്തെ കുറിച്ചോ വമ്പിച്ച വെടിമരുന്ന് പ്രയോഗത്തെ കുറിച്ചോ അല്ല. കേരളത്തിൽ 2014 കണക്ക് പ്രകാരം 100 പേർ ആത്മഹത്യ ചെയ്യുമ്പോൾ 95 ഹിന്ദു, 4 ക്രിസ്ത്യാനി, 1 മുസ്ലിം. എന്റെ കണക്കിലല്ലോ, സർക്കാരിന്റെ കണക്കാണ്. 100 പേർ ആത്മഹത്യ ചെയ്യുമ്പോൾ 95 ഹിന്ദു ആവുന്നത് എന്തുകൊണ്ടാണ്? ബാക്കി എല്ലാവരും ഓരോ ദൈവം. അതിന്റെ 30 കോടി ദൈവങ്ങളുണ്ട് അല്ലെ? ഗുരുവായൂരുണ്ട്, ശബരിമല അയ്യപ്പനുണ്ട്, കാടാമ്പുഴ ഭഗവതിയുണ്ട്, വൈക്കം മഹാദേവനുണ്ട്, എറണാകുളത്തപ്പനുണ്ട്. ആരൊക്കെ ഇഷ്ടംപോലെ ദൈവങ്ങളാണ്. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കയറിയത് പോലെ ഉണ്ടാവും ഇഷ്ടമുള്ള ദൈവത്തെ തെരഞ്ഞെടുക്കും. ഗ്രന്ഥങ്ങളോ? ക്രിസ്ത്യാനിക്ക് ഒരു ബൈബിളും മുസ്ലിമാനും ഒരു ഖുറാനും ഉള്ളൂ. അതുകൊണ്ടാണ് അത് തൊട്ട് കളിച്ചാൽ അതിന് ചൂടാകുന്നത്. ബദൽ വെക്കാൻ ഒന്നുമില്ല, ആകെ അതേ ഉള്ളൂ. അത് തൊട്ട് കളിക്കരുത് എന്നാണ് അവരുടെ അഭിപ്രായം. നമുക്ക് 4 വേദമുണ്ട്, 5 ഉപവേദമുണ്ട്, 6 വേദാന്തമുണ്ട്, 18 പുരാണമുണ്ട്, 108 ഉപനിഷത്തുണ്ട്, 2 ഇതിഹാസമുണ്ട്, 64 കലകളുണ്ട്, അർത്ഥശാസ്ത്രമുണ്ട്, കാമശാസ്ത്രമുണ്ട്, സംഗീതശാസ്ത്രമുണ്ട്, വാസ്തുശാസ്ത്രമുണ്ട്. നിങ്ങളുടെ ആലുവ പ്രദേശം മൊത്തം വേണ്ടി വരും നമ്മുടെ പുസ്തകം നേരത്തെ ഇരിക്കണം. അപ്പൊ നമുക്ക് സെലക്ഷൻ അത് ഒരുപാടാണ്. അതുകൊണ്ടാണ് ഹിന്ദുവിനെ വനമെന്നും മതങ്ങളെ തോട്ടങ്ങളെന്നും പറയുന്നത്. തേയിലത്തോട്ടത്തിൽ തേയില മാത്രമേ ഉണ്ടാവും, കാപ്പിത്തോട്ടത്തിൽ കാപ്പി മാത്രമേ ഉണ്ടാവും. വനം എന്ന് പറയുന്നത് വിവിധങ്ങളായ മരങ്ങൾ, ചെടികൾ, അരുവികൾ, കുരുവികൾ, പക്ഷികൾ, വൃക്ഷലതാദികൾ, വൈവിധ്യമാണ് വനം. ആ വൈവിധ്യത്തിലെ ഏകതയുടെ പേരാണ് വനം. ആ വൈവിധ്യമാണ് ഹിന്ദുത്വം. അബ്സല്യൂട്ട് ഫ്രീഡം, അതാണ് ഹിന്ദുത്വം. നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഈശ്വര വിശ്വാസിയായ വാൽമീകിയെയും ഈശ്വര നിഷേധിയായ ചാർവാകനെയും മഹർഷി എന്ന് പറയുവാൻ കഴിയുന്നവരാണ് നമ്മൾ ഹിന്ദുക്കൾ. പക്ഷെ ഹിന്ദുക്കളുടെ സ്വാതന്ത്ര്യം വല്ലാതെ കൊണ്ട് കൂടിപ്പോയോ എന്നൊരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ? മറ്റുള്ളവർക്ക് കുറഞ്ഞു പോയി, നമുക്ക് വല്ലാതെ കൂടിയും പോയി. ആ കൂടിപ്പോയ സ്വാതന്ത്ര്യത്തിന്റെ ദൂഷ്യഫലങ്ങൾ നമ്മുടെ ഹൈന്ദവ സമൂഹം ഇന്ന് കേരളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. നമുക്ക് വിസ്തരിക്കാൻ സമയമില്ല. ഒരു 4 മണിയോടുകൂടി നമുക്ക് സരസ്വതി അവസാനിപ്പിച്ച് നമ്മുടെ മക്കളുടെ ധാരാളം പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സനാതന ധർമ്മ പാഠശാല വിഷൻ 2026 എന്നൊരു കാഴ്ചപ്പാടോട് കൂടിയാണ് ഈ സത്സംഗങ്ങൾ കേരളം മുഴുവൻ നടത്തുന്നത്.
2026 ജനുവരി 11 കുറച്ച് ദിവസമായിട്ടുള്ള ഈ വർഷം തുടങ്ങിയിട്ട് നമ്മുടെ മുന്നിൽ ഇനി 11 മാസവും ഏകദേശം 20 ദിവസത്തോളം ഉണ്ട്. ഇത്രയും ദിവസങ്ങൾ കൊണ്ട് നമ്മൾ 5 ലക്ഷ്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. അത് നിങ്ങളോട് പറയണം, നമ്മൾ ഒന്നിച്ച് ചെയ്യും. ഒരു പ്രഭാഷണം കേട്ട് തിരിച്ചു പോകാൻ വേണ്ടി വിളിച്ചു കൂട്ടിയ വരരുത്, മറിച്ച് ഒരു സംഘടനയുടെ ഭാഗമായി നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യാൻ സംഘർഷത്വം സമ്മതത്വം സംഭോവനം സിജാനത വിവാഭാഗം യഥാപൂർവേ സംജാനാന ഉപാസന കേട്ടിട്ടില്ലേ വൈദിക മന്ത്രം. സംഘം ഒന്നിച്ച് സംവദിക്കാൻ, ഒന്നിച്ച് സഞ്ചരിക്കാൻ, ഒന്നിച്ചൊന്നിച്ച് ത്രേതായ മന്ത്രശക്തിശ്ച ജ്ഞാനശക്തി കൃതയുഗേ ദ്വാപരേ യുദ്ധശക്തിശ്ച സംഘേ ശക്തി കലയുഗേ. ഇത് കലിയുഗമാണ്. കലിയുഗത്തിൽ സംഘടനാ ശക്തി കൊണ്ടാണ് ധർമ്മത്തെ സംരക്ഷിക്കേണ്ടത്. ഇനി ഭഗവാൻ അമ്പും വില്ലുമായിട്ടൊന്നും വരും നമ്മൾ പ്രതീക്ഷിക്കണം അല്ലേ? മത്സ്യക്കൂർമ്മോ രാമശ്ച നരസിംഹോ ഇനി വാമന രാമോ രാമരാമശ്ച കൃഷ്ണ. ഭഗവാൻ 9ാമത്തെ അവതാരം ശ്രീകൃഷ്ണൻ വരെ ഞാൻ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ആരായിട്ട് വരും? കൽക്കിയായിട്ട് വരും. കൽക്കി വന്നോ? കൽക്കി എന്ന സിനിമ വന്നു, അത് ശരിക്കുള്ള കൽക്കിയല്ല. കൽക്കി എന്ന് പറയുന്നത് 4,24,000 വർഷമാണ് ഈ കലിയുഗം. ഈ കലിയുഗത്തിൽ എവിടെയെങ്കിലും കൽക്കി വരും, അതിരിക്കില്ല. പക്ഷെ നമ്മൾ കൽക്കിയെ പ്രതീക്ഷിച്ച് നിൽക്കരുത്. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധിശക്തി, പരാക്രമോ ഷഡേതേ പ്രവർത്തന്തേ ദൈവം തത്ര പ്രകാശയെ. ഈ 6 ഗുണങ്ങൾ ആർക്കുണ്ടോ അവരിലൂടെയാണ് ഞാൻ പ്രവർത്തിക്കുക എന്ന് ഭഗവാൻ പറയും. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം. ഈ 6 ഗുണങ്ങൾ ആരിലൂടെ വർത്തിക്കുന്നുവോ അവനിലൂടെ ഞാൻ പ്രവർത്തിക്കും എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളിലൂടെ ചില കാര്യങ്ങൾ എറണാകുളത്തും കാസർഗോഡും തിരുവനന്തപുരത്തും നമ്മൾ ഒന്നിച്ചു വളർത്തുകയാണ്. നമ്മുടെ പാഠശാലയ്ക്ക് 14 ജില്ലാ സമിതികളും 42 താലൂക്ക് സമിതികളും 117 പഞ്ചായത്ത് സമിതികളും നിലവിലുണ്ട്. 2025 2026 നമ്മുടെ ലക്ഷ്യം. നമ്മുടെ നാട്ടിൽ 1000 പഞ്ചായത്തുണ്ട്, 941 പഞ്ചായത്തുണ്ട്. മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഒക്കെ എക്സ്ട്രാ വേറെയുണ്ട്. നമുക്ക് പകുതി സ്ഥലത്തേക്കെങ്കിലും നമ്മുടെ സംഘടനാ സ്വാധീനത്തെ എത്തിക്കണം. എല്ലാ ജില്ലകളിലും വളരെ സജീവമായ, ഏറ്റവും സജീവമായ ജില്ലാ കമ്മിറ്റിയാണ് ഇപ്പോൾ എറണാകുളം നിൽക്കുന്നത്. അതുകൊണ്ട് വലിയ വലിയ പരിപാടികളെല്ലാം നടത്തി വിജയിക്കാൻ കഴിയുന്ന നല്ലൊരു ടീമും ഇവിടെയുണ്ട്. അപ്പൊ നമുക്ക് വിഷൻ 2026 ഒന്നാമത്തേത് 1,00,000 സജ്ജനങ്ങളെ രാമായണം പഠിപ്പിക്കണം എന്നുള്ളതാണ്. ഇത് രാമായണ ടീച്ചേഴ്സ് ആരൊക്കെ ആകുന്നേക്കും? ഇത്രയും രാമായണ ടീച്ചേഴ്സ് ഇവിടെ 15 പേരുണ്ട്. രാമായണ സ്റ്റുഡൻസോ ഇപ്പൊ നിലവിൽ രാമായണം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ആരൊക്കെ ഉണ്ട്? ഓക്കെ, 15. ബാക്കി അവർക്ക് രാമായണം പഠിക്കാൻ ആവശ്യമുണ്ട്. പഠിച്ചവർ പഠിക്കണ്ട, പഠിച്ചവർക്ക് പഠിപ്പിക്കും. ഇപ്പൊ 350 ടീച്ചേഴ്സാണ് നമ്മുടെ കൂടെ ഉള്ളത്. 1,00,000 പേര് രാമായണം പഠിപ്പിക്കണം. 1,00,000 വലിയ സംഖ്യയാണ്. 1,00,000 വലിയ സംഖ്യയാണ്. 100,000 ചേർന്നാൽ 1,00,000. അങ്ങനെയെങ്കിൽ കേരളത്തിൽ ഹിന്ദുക്കളുണ്ട് 1.25 കോടി ഹിന്ദുക്കൾ ഇപ്പോഴുണ്ട്. അതിന്റെ 1% എത്രയാണ്? 1,70,75,000. അപ്പൊ നമ്മുടെ ടാർഗറ്റ് എത്രയാണ്? 1,00,000. 0.7% ഹിന്ദുക്കളെയാണ് നമ്മൾ ഇപ്പൊ രാമായണം പഠിപ്പിക്കണം. 25,000 വിദ്യാർത്ഥികൾ, 25,000 യുവതി യുവാക്കൾ, 50,000 നിർത്തോളം. രാമായണം വായിക്കേണ്ട പ്രായം എത്രയാണ്? ഒരു യുവതി യുവാക്കളുടെ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാമായണത്തെ കുറിച്ച് ഞാനിങ്ങനെ വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 35 വയസ്സുള്ള ഒരു യുവതി പറയാണ്, അതിന് എനിക്കതിന്റെ പ്രായമായിട്ടില്ല. അപ്പൊ രാമായണം വായിക്കുന്ന പ്രായമാണ് 60 വയസ്സ്. ഇത് ആദ്യം വെച്ച പ്രായം. നമുക്ക് റിട്ടയർമെന്റ് പ്രായം 55, 66, കേന്ദ്ര സർക്കാർ 60 എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ രാമായണം വായിക്കേണ്ട പ്രായം 60 ആര് പറഞ്ഞു വെച്ചതാണ്? അത് ഹിന്ദുക്കൾ പറഞ്ഞു വെച്ചാണ്. 1982 ഈ എറണാകുളം ജില്ലയിൽ വിശാല ഹിന്ദു സമ്മേളനം. കർക്കിടകത്തെ രാമായണ ദിവസമായിട്ട് ആചരിക്കുവാൻ ആഹ്വാനമുണ്ടായി. കർക്കിടകത്തെ നമ്മൾ കള്ളക്കർക്കിടകം, പഞ്ഞ കർക്കിടകം എന്നൊക്കെ പറയും. നമ്മൾ ടിക്കറ്റ് എടുക്കാതെ വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ വണ്ടികൾ കയറിയിട്ട് എന്തുവണ്ടി? കള്ളവണ്ടി. സത്യത്തിൽ വണ്ടിയാണോ കള്ളൻ? അല്ല, നമ്മൾ ടിക്കറ്റ് എടുക്കാതാണ് പ്രോബ്ലം. അതുപോലെ കർക്കിടകത്തിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷെ അതിനെ കള്ളക്കർക്കിടകം, പഞ്ഞ കർക്കിടകം എന്ന് വിളിച്ചു. അപ്പൊ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു കർക്കിടകത്തെ രാമായണ മാസമായിട്ട് ആചരിക്കണം. അങ്ങനെയാണ് നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ പതുക്കെ പതുക്കെ ഏറ്റെടുത്ത് തുടങ്ങിയത്. ഈ സമയത്ത് കേരളത്തിൽ
ഉണ്ടാകുമ്പോൾ അവിടെ പ്രതിഷേധം ഉണ്ടാകും. ആ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അവിടെ വരട്ട് തത്വശാസ്ത്രങ്ങൾ വരും. അമ്പലം എന്നത് ചുമരാണ്, വിഗ്രഹം എന്നത് കല്ലാണ്. ഗുരുവായൂർ അമ്പലം പൊളിച്ച് അവിടെ കപ്പ വെച്ചാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ തീരും. മതമല്ല 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 പ്രശ്നം, എരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നം. ഇങ്ങനെ ഒത്തിരി മുദ്രാവാക്യങ്ങൾ ആളുകൾ വിളിക്കും. പക്ഷെ വിളിച്ചു കൊടുക്കാൻ ഒരൊറ്റ ക്രിസ്ത്യാനി മുസ്ലിം ഉണ്ടാവില്ല. വിളിക്കേണ്ടത് നമ്മളാണ്, ഏറ്റുവിളിക്കേണ്ടതും നമ്മൾ ഹിന്ദുക്കളാണ്. ഇപ്പൊ എം ടി വാസുദേവൻ നിങ്ങളുടെ ആൾക്കാരാണ്, മലയാള ഭാഷയുടെ കുലപതിയാണ്, സംശയം കരുതില്ല. പക്ഷെ അദ്ദേഹം നിർമാല്യം എന്നൊരു സിനിമ പുറത്തിറങ്ങി, കണ്ടിട്ടുണ്ടോ പല ആളുകൾ? അതിന്റെ കേന്ദ്ര കഥാപാത്രം ഒരു വെളിച്ചപ്പാട്. വെളിച്ചപ്പാട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. വെളിച്ചപ്പാട് എല്ലാ ദിവസവും ഭഗവതിയുടെ ഓരോ കാര്യങ്ങൾ പറയും. ഒടുവിൽ ഒരു കാര്യവും നടന്നില്ല. ശ്രീകോവിലുള്ളിൽ കയറി വെളിച്ചപ്പാട് ഭഗവതിയുടെ മുഖത്തേക്ക് കാറി കുട്ടി ഇറങ്ങി പോകുന്നവർക്ക് കൂടി എന്ത് ചെയ്തു? സിനിമ അവസാനിച്ചു. എം ഡി വാസുദേവൻ മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് വരെ ഗുരുവായൂരും ശബരിമലയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഇദ്ദേഹം പുതിയൊരു ആശയം മുന്നോട്ട് വെച്ചു. ഹിന്ദുവിന്റെ ദൈവങ്ങളെല്ലാം കല്ലുകളാണ്. അങ്ങനെയാണ് KPSCയുടെ പാട്ടുകെട്ടിന്റെ കണ്ടു തുറക്കാത്ത ദൈവങ്ങളെ, കരയാൻ അറിയാത്ത, ചിരിക്കാൻ അറിയാത്ത കളിമണ്ണ് പ്രതിമകളെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗാനങ്ങളൊക്കെ ഹിന്ദുക്കൾ തന്നെയാണ് പാടിയത്. അപ്പൊ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ പിറകിലേക്ക് പോയപ്പോ കൾച്ചറൽ ഡാമേജ്, സാംസ്കാരിക അധപ്പതനം ഹിന്ദുക്കൾക്കുണ്ടായി. അപ്പോഴാണ് രാമായണം വായിക്കണമെന്ന് പറഞ്ഞു വന്നത്. നമ്മൾ വിശ്വാസികളുമാണ്, അന്ധവിശ്വാസികളുമാണ്. ദൈവം ഉണ്ടാവും, നിങ്ങളെക്കാലത്ത് ദൈവം ഉണ്ടാവും, പ്രേതം ഉണ്ടാവും. പ്രേതം ഉണ്ടാവും. പ്രേതം എന്ത് സാരി എടുക്കുക? പ്രേതം മുടി കെട്ടി കഴിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ എല്ലാ ഉള്ളിൽ ദൈവത്തിനൊപ്പം ആരുണ്ട്? പ്രേതവും. അല്ലെ, ഞാൻ എന്റെ ഉള്ളിൽ പ്രേതം വന്നത് കണ്ട് ഈ രക്തരക്ഷസ് എന്ന് പറയുന്ന ഒരു നാടകം ഉണ്ടാവും കലാനിലയത്തിൽ, അല്ലേ? ഒരു സിനിമ പോലെയുള്ള നാടകമാണ്. അത് കാണാൻ ചെന്നപ്പോഴാണ് രക്തരക്ഷസിനെ സ്റ്റേജിൽ കണ്ടത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ആര് കയറി? പ്രേതം കയറി. അപ്പൊ ഇങ്ങനെ ഇംപ്രിന്റിംഗ് പീരീഡ് എന്ന് പറയുന്ന 10 വയസ്സിനുള്ളിൽ നമ്മുടെ എല്ലാ ഉള്ളിൽ പ്രേതം കയറിയിട്ടുണ്ടെങ്കിൽ ചുമ്മാ പറയുന്നതാണ്. രാത്രി പുറത്തിറങ്ങുമോ എന്താ അറിയില്ല, പ്രേതത്തെ ചെറിയൊരു പേടില്ല. യുക്തിവാദി സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ജബ്ബാർ മാഷ് നമ്മൾ നല്ല പരിചയമാണ്. അദ്ദേഹം പറയും, ഈ സാത്താൻ ഇല്ലാന്ന് എനിക്കറിയാം, പക്ഷെ രാത്രി 2 മണിക്ക് പള്ളിപ്പറമ്പിന്റെ അടുത്തെത്തുമ്പോൾ ഞാനിത് തിരിഞ്ഞു പോകും, പറഞ്ഞ് സാത്താൻ ഉണ്ടോ എന്ന്. അപ്പൊ സാത്താൻ ഇല്ലെന്ന് അറിയാമായിട്ട് നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? ഇതൊക്കെ അങ്ങനെ മിക്സിലാണ് നമ്മുടെ മൈൻഡ്. ദൈവത്തെ കുറിച്ച് കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ മിക്കവാറും ഇതുകൊണ്ട് ദൈവത്തെ കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് കാഴ്ചപ്പാടൊന്നുമില്ല. ദൈവത്തെ നമ്മൾ എങ്ങനെ കാണുന്നു? ഗുരുവായൂർ ചെന്നാൽ ഗുരുവായൂരപ്പനായിട്ട് കാണുന്നു, നമ്മൾ ശബരിമല ചെന്നാൽ അയ്യപ്പനായിട്ട് കാണുന്നു. ഓരോ സ്ഥലത്തെത്തുമ്പോൾ നമ്മുടെ ദൈവം ആ രൂപത്തിലാണ് ദൈവത്തെ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് 4 ടൈപ്പ് ആളുകൾ എന്നെ തേടി വരിക. ആർത്തോ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനീച്ച, പരദർശഭ എന്ന് പറയും. ആർത്തം ജീവിതത്തിൽ ഒരുപാട് പ്രോബ്ലം ഉള്ളവർ എന്നെ തേടി വരും. ജിജ്ഞാസു, കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ എന്നെ തേടി വരും. അർത്ഥാർത്ഥി, പൈസ. നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് സ്വർണ്ണ ചെമ്പായതിനെ കുറിച്ചാണല്ലോ. അത് വിജയ് മല്യ വലിയ സമ്പന്നനാണ്. അപ്പൊ വിജയ് മല്യ അയ്യപ്പന് ഷെയർ കൂട്ടി, കച്ചവടത്തിന് ഷെയർ കൂട്ടിയപ്പോ അയാൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടി. അപ്പൊ അതിൽ നിന്ന് ഒരു പേഴ്സെന്റേജ് ആർക്ക് കൊടുക്കണം? അയ്യപ്പന് കൊടുക്കണം. അങ്ങനെ 30 കിലോ സ്വർണ്ണം കൊടുത്തു. ആർക്ക് കൊടുത്തു? അയ്യപ്പന് കൊടുത്തു. ഇതിനിപ്പോ എത്ര കിലോ ചെമ്പായി എന്നാണ് പറയുന്നത് വരുന്നത്? ഒരു 4-5 കിലോ ചെമ്പായി. മൊത്തം പരിശോധിച്ചാലേ പറയാൻ പറ്റുള്ളൂ സ്വർണ്ണം എങ്ങനെ ചെമ്പാക്കാം. അത് നമ്മുടെ വിഷയമല്ല, നമ്മുടെ വിഷയമാണ്. പക്ഷെ ഇവിടെ ഇത് ചർച്ച ചെയ്യുന്ന വിഷയം സ്വർണ്ണ ചെമ്പായതിനെ കുറിച്ചല്ല. പക്ഷെ സ്വർണ്ണമെല്ലാം ചെമ്പാവും. നമ്മൾ പ്രതികരണശേഷി ഇല്ലാത്തവരാണെങ്കിൽ, പ്രതികരണശേഷി ഇല്ലാത്തൊരു സമൂഹത്തെ എല്ലാവരും ചവിട്ടി മുറിച്ചാണ്. അതുകൊണ്ടാണ് 33 കോടി ദൈവങ്ങളുടെ കയ്യിലും ആയുധമുണ്ട്. ആയുധമില്ലാത്ത ഒരു ദേവി ദേവനെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വിഷയം ഒന്ന് കൊണ്ടുപോയി നമുക്ക് രാമന്റെ സത്വബോധത്തെ തിരിച്ചുപിടിക്കണം. അതിൽ രാമായണം പഠിപ്പിക്കണം. നമ്മുടെ വിദ്യാർത്ഥികളെയാണ് പ്രധാനമായിട്ട് രാമായണം പഠിപ്പിക്കേണ്ടത്. അറ്റ്ലീസ്റ്റ് രാമായണം വായിച്ചാൽ അവരുടെ മലയാള ഭാഷ ശുദ്ധമായിരിക്കും, മെമ്മറി ബൂസ്റ്റ്. ഇപ്പൊ സുന്ദരകാന്ഡത്തിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വായിക്കാൻ കുറച്ച് പണി. ഞങ്ങൾക്ക് ഈ രാമായണം ശ്രീരാമരാജ്യത്തിൽ ഞങ്ങളുടെ കോഴിക്കോട് ജില്ലക്കാർക്ക് കിട്ടിയത് സുന്ദരകാന്ഡമായിരുന്നു, ഇല്ലേ? വളരെ ടഫായിരുന്നു ആ കാലം. പക്ഷെ മക്കൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പിള്ളേരെല്ലാവരും പഠിച്ചു. മുതിർന്ന പ്രാർത്ഥന വൈകാതെ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടായി. പക്ഷെ മക്കളൊക്കെ പഠിച്ചു. എല്ലാവരും സുന്ദരമായിട്ട് സുന്ദരകാന്ഡം ചൊല്ലി. അപ്പൊ അതുകൊണ്ട് തന്നെ
മെമ്മറി കപ്പാസിറ്റി കൂടും. പിന്നെ രാമായണത്തെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി ഹൃദയം പൊട്ടി മരിച്ചു പോയ ഒരു രാജാവിന്റെ കഥയാണ് രാമായണം. ദശരഥന്റെ കഥ. അച്ഛന്റെ വാക്ക് പാലിക്കാൻ 14 കൊല്ലം കാട്ടിൽ പോയ മകന്റെ കഥയാണ് രാമായണം. എല്ലാ ദുഃഖത്തിലും കൂടെ ഞാനുണ്ടാകുന്ന ഉറപ്പു നൽകിയ സീതാദേവിയുടെ കഥയാണ് രാമായണം. ഒരു ചെലവുമില്ലാതെ മഹാസാമ്രാജ്യം കൈവെള്ളയിൽ വന്നിട്ടും 14 കൊല്ലക്കാലം ജ്യേഷ്ഠന്റെ പാദുകളെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് രാജ്യം ഭരിച്ച ഭരതന്റെ കഥയാണ് രാമായണം. ഭരതനെ പരിചരിച്ച ശത്രുഘ്നന്റെ കഥയാണ് രാമായണം. അച്ഛന്റെ വാക്ക് പാലിക്കാൻ കാട്ടിൽ പോയ രാമൻ 72 മിനിറ്റ് കൊണ്ട് 16,000 രാക്ഷസന്മാരെ കൊന്നുതള്ളുകയും ചെയ്തതിന്റെ കഥയാണ് രാമായണം. ഇങ്ങനെ ഒരുപാട് കഥകളാണ് രാമായണം. നന്മയുടെ, സത്യത്തിന്റെ, സാഹോദര ബന്ധത്തിന്റെ, സൗഹൃദത്തിന്റെ, നിസാരമായ വാനരന്മാരിൽ നിന്നൊരു മഹത്തായ സൈന്യത്തെ ഉണ്ടാക്കി കൈലാസത്തെ പോലും വിറപ്പിച്ചു കളഞ്ഞ രാവണാദികളെ നിഗ്രഹിച്ച് ധർമ്മത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി പടപൊരുതിയ രാജാവിന്റെ കഥയാണ് രാമായണം. ഭാര്യ വേണമോ രാഷ്ട്രം വേണമോ എന്ന ചർച്ച വന്ന സമയത്ത് ഭർത്താവിനേക്കാൾ വലുതാണ് രാജാവ് എന്ന് ലോകത്തോട് പറയേണ്ടി വന്ന രാമന്റെ ചരിത്രമാണ് രാമായണം. 7 ഖണ്ഡങ്ങൾ, 24,000 ശ്ലോകങ്ങളിൽ ആദി കവി വാൽമീകി മാറ്റി രചിച്ച രാമായണത്തെ ലോകത്തിലെ ഒരുവിധം ഭാഷകളിലേക്ക് അവരുടേതായ വ്യാഖ്യാനങ്ങൾ രചിച്ചിട്ടുണ്ട്. ആനന്ദരാമായണം, അത്ഭുത രാമായണം, ഉത്തരഭാരതത്തെ തുളസി രാമായണം, ഈ തമിഴ്നാട്ടിലെ രാമായണം, അതാണ് കമ്പരാമായണം. 6 ഖണ്ഡേ ഉള്ളൂ. അതിലൊരു കുഴപ്പമുണ്ട്. രാവണന്റെ പുത്രിയായിട്ട് ആരെ പറയും? സീതയെ പറയും. അതുകൊണ്ട് അവർക്ക് രാമനെ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് നമ്മുടെ ഉദയനിധി സ്റ്റാലിനും നമ്മുടെ സ്റ്റാലിനും ഒക്കെ പറയുന്നത് ഈ സനാതനം ഞങ്ങൾ കുഴിച്ചു മൂടും എന്ന് പറയുന്നത് അവർ രാവണന്റെ ആളാണ്. ആയിക്കോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആരോടും വെറുപ്പില്ല. രാമായണം മുഴുവൻ വായിച്ചാൽ നമുക്ക് രാവണനെ വെറുക്കാൻ കഴിയില്ല. നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം, നമ്മുടെ സാഹിത്യങ്ങളെല്ലാം വെറുപ്പിനെ പ്രദാനം ചെയ്യുന്നില്ല. നിങ്ങൾ മഹാഭാരതം മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദുര്യോധനെ വെറുക്കാൻ പറ്റില്ല. കർണനെ വെറുക്കാൻ കഴിയില്ല. രാമനെയോ രാവണനെയോ, രാവണന്റെ ഒരു മോനുണ്ട് മേഘനാഥൻ, ഇന്ദ്രജിത്ത് എന്ന് പറയും. ഇന്ദ്രനെ ജയിച്ചവനാണ്. എന്തൊരു കഴിവുള്ള ആളാണ്. മറ്റൊരു സഹോദരനുണ്ട്, അയാളെ കുംഭകർണൻ. അയാളെ മുമ്പ് ഉറങ്ങിയ ഒരു ജീവിക്കുകയായിരുന്നു. അയാളെ നമുക്കൊരു വെറുപ്പില്ല. പക്ഷേ രാവണന്റെ ഈ ഒരു പ്രോബ്ലം കൊണ്ട് ഇവരെല്ലാം ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെല്ലാം പഠിപ്പിക്കുന്ന രാമായണത്തെ നമ്മൾ മക്കളിലേക്ക് എത്തിക്കണം. അധ്യാത്മ രാമായണം കിളിപ്പാണ്. അതിൽ ബാലകാന്ഡം, അയോധ്യകാന്ഡം ഈ വർഷം ടീച്ചേഴ്സ് പഠിക്കണം. എന്നിട്ട് 2000 പേർ പങ്കെടുക്കുന്ന പരിപാടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 2025 ഓഗസ്റ്റ് 10 എവിടെ നടത്തി? നിങ്ങൾ അല്ലേ? ആ മുമ്പിൽ അതിന് ഒരു പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ സദസ്സിലും രേഖപ്പെടുത്തുകയും അത് നിങ്ങൾക്ക് വേണ്ടി ഒരു ടീം വർക്ക് നടന്നു. അത് നമ്മൾ പ്രതീക്ഷിച്ചത് 2000 പേരെ പറഞ്ഞു, 1500 പേര് വരെ വരാൻ സാധ്യത. പക്ഷെ 2300 പേര് പ്രതീക്ഷയിലേക്കാൾ 300 ആളുകൾ കൂടുതലായിരുന്നു. 1000-ഓളം കുട്ടികളും 1300-ഓളം മുതിർന്നവരും പങ്കെടുത്ത എല്ലാ ചാനലുകളൊക്കെ വന്ന വലിയൊരു പ്രോഗ്രാമായിരുന്നു. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ഇനി അടുത്ത പോലെ 14 പരിപാടി വേണം. ഓരോ ജില്ലയ്ക്കും ഓരോ പരിപാടി. 2000 എറണാകുളത്തിട്ടാണോ? 1000 കുട്ടികളെയും 1000 മുതിർന്നവരെയും നിങ്ങൾ തയ്യാറാക്കണം. കർക്കിടകം വരുന്നത് 2026 ജൂലൈ 15 കർക്കിടകം 1. ഓഗസ്റ്റ് 16 കർക്കിടകം തീരും. ഈ 31 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ദിവസം എറണാകുളം ജില്ലയുടെ ശ്രീരാമരാജ്യം 2026 എത്ര പേർ പങ്കെടുക്കണം? 2000 കുട്ടികളും 1000 മുതിർന്നവരും. 10 പറഞ്ഞാൽ കുഴപ്പമില്ല, കുട്ടികളെ തീർത്ത് കുറയരുത്. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് ശ്രീരാമരാജ്യം എന്ന പ്രോഗ്രാം. രാമായണ പാരായണ പഠനം നമ്മുടെ മിഷൻ 2026 ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രാമായണ പാരായണ പഠനം. രണ്ടാമതൊരു ഞാൻ വരാം. ഈ രാമായണം ഒരു 25 കൊല്ലം കഴിഞ്ഞാൽ വായിക്കുന്ന ആള് വേണ്ടേ? വേണം. അത് നിങ്ങൾ എന്ത് ചെയ്യണം? കല്യാണം കഴിക്കട്ടെ, നല്ല കുട്ടികളുണ്ടാവുള്ളൂ. അപ്പൊ അവരുണ്ടാകുന്നത് വായിക്കാം. അതിനാണ് നമ്മൾ മാട്രിമോണിയൽ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം പുതുച്ചേരിന്റെ സ്വാമികൾ കഴിഞ്ഞ മാസം എറണാകുളത്ത് വെച്ച് നിർവഹിച്ചു. നമ്മുടെ സുഹൃതം ഭാഗവതത്തിന്റെ വേണ്ടി നമ്മുടെ അധികാരികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന വലിയൊരു പരിപാടിയാണ്. അവിടെ നിർവഹിച്ചു. വെബ്സൈറ്റ് റെഡിയാണ്, ഗൂഗിൾ ഫോം റെഡിയാണ്, അത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഫോം റെഡിയാണ്. ഇന്ന് വേണമെങ്കിൽ ഇന്നത്തെ തരാം. പക്ഷേ ഡാറ്റാസ് കളക്ട് ചെയ്യാൻ മാത്രമേ വെബ്സൈറ്റ് പറ്റുള്ളൂ. അന്വേഷണം അറിയണം, നമ്മൾ ചെയ്യണം. അപ്പൊ നിങ്ങളുടെ ഹെൽപ്പ് വേണം. എന്റെ വീട്ടിൽ കല്യാണപ്രായം തികഞ്ഞ പെൺകുട്ടികളെയാണ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്നത്. എന്റെ വീട്ടിലില്ലെങ്കിൽ എന്റെ ബന്ധു വീട്ടിൽ, അല്ലെങ്കിൽ എന്റെ നാട്ടിൽ നിങ്ങളുടെ അറിവിലുള്ള കല്യാണപ്രായം തികഞ്ഞ മുഴുവൻ പെൺകുട്ടികളെയും നമ്മൾ എന്ത് ചെയ്യണം? ഈ
കോർഡിനേറ്റർക്കാണ് ഇത് കിട്ടുക. അതേ 14 ജില്ലാ കോർഡിനേറ്റേഴ്സിന് ജില്ലാ ബേസ് ഡിവൈഡ് അയച്ചു കൊടുക്കും. അപ്പൊ എറണാകുളം ജില്ലയിലെ ആലുവയിൽ നിന്ന് ഒരു 10 പെൺകുട്ടികളുടെ ഡാറ്റാസ് വന്നിട്ടുണ്ടെങ്കിൽ, കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്ത് 10 ആമ്പിള്ളേരുണ്ടെങ്കിൽ നമുക്ക് അന്വേഷിച്ച് അങ്ങോട്ടും അത്രയുള്ള കാര്യം. ഇങ്ങോട്ടും അങ്ങോട്ടും അന്വേഷിക്കാൻ നമുക്ക് 1400 പേര് വേണം. ഒരു ജില്ലയിൽ 100 പേർ. ഇപ്പൊ നമ്മൾ 140 പേരെയാണ് തയ്യാറാക്കുന്നത്. ഒരു ജില്ലയിൽ 10 പേര്. അതിന്റെ കോർഡിനേറ്റേഴ്സിനെ പറഞ്ഞോളാം, ഇവിടെ തന്നിട്ടുണ്ട്. അതിന് 14 ജില്ലാ കോർഡിനേറ്റേഴ്സും ഒരു സ്റ്റേറ്റ് കോർഡിനേറ്ററും അവരെ സഹായിക്കുവാൻ വേണ്ടി 140 പേരടങ്ങുന്ന ഒരു ടീമുമാണ് നമ്മുടെ മാട്രിമോണിയൽ, സനാതന മാട്രിമോണിയൽ എന്നാണ് അതിന്റെ പേര്. നമുക്ക് അത് ഉഷാറാക്കാം. ജാതകദോഷം ഉള്ള കുട്ടികൾ പ്രത്യേകിച്ച് രജിസ്റ്റർ ചെയ്യണം. നമുക്ക് ജാതകദോഷ പരിഹാര യജ്ഞം ചെയ്യാം. 7 ചൊവ്വ അതുകൊണ്ട് കല്യാണം കഴിക്കാത്ത 5 ലക്ഷം ആളുകളുടെ ചുരുങ്ങിയ ശുദ്ധജാതകം 7 ചൊവ്വ 2 വെച്ച് പ്രസവിച്ചിരുന്നുവെങ്കിൽ 10 ലക്ഷം കുട്ടികളുടെ ജന്മത്തിന് തടസ്സമാണ് ആര്? നമ്മളിപ്പോ എന്തൊരു സാധനം ചെയ്യാം പങ്കുവയ്ക്കാൻ ദൗത്യം. അപ്പൊ ചൊവ്വ കാരണം ഹിന്ദുക്കളുടെ കല്യാണം മാത്രം മുടങ്ങിയത്. ക്രിസ്ത്യാനിയുടെ കല്യാണം മുടങ്ങൂല. ചൊവ്വയിലെ ബുധൻ കാരണവും മുടങ്ങൂല. നമ്മൾ ജ്യോതിഷികളോട് സ്നേഹപൂർവ്വം പറയാറുണ്ട്. ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ജ്യോതിഷികൾ. തർക്കിക്കാനൊന്നും പോകരുത്, സ്നേഹപൂർവ്വം പറയണം. ഞാൻ കഴിഞ്ഞ ദിവസം ജ്യോതിഷിയെ കാണിച്ചു. മറ്റൊന്നുമല്ല, ശ്രീകൃഷ്ണ ജയന്തി ദിവസം ഇദ്ദേഹം കല്യാണം വെച്ചിട്ടു. ഞങ്ങൾ പറഞ്ഞു ശ്രീകൃഷ്ണ ജയന്തി കല്യാണത്തോട് അത് സാമൂഹ്യ ആചാരത്തിന്റെ ഭാഗമായിട്ട് നമ്മളെല്ലാം ഒന്നിച്ച് സാമൂഹ്യ ആചാരങ്ങളിൽ പങ്കെടുക്കേണ്ട ദിവസമാണ്. ക്രിസ്മസിന് ക്രിസ്ത്യാനി കല്യാണം നടത്തും, നബിദിനത്തിന് മുസ്ലിം കല്യാണം നടത്തും. പിന്നെ ഭഗവാന്റെ ജന്മദിനം ഉത്തമം, കല്യാണത്തിന് ഉത്തമം എന്ന് പറഞ്ഞ് ചുമ്മാ നിശ്ചയിച്ചു കൊടുക്കുക. ഭഗവാന്റെ ജന്മദിനം ഉത്തമമാണ് എനിക്ക് നിങ്ങൾ പറയാം. പക്ഷെ അത് വ്യക്തിഗത ആവശ്യങ്ങൾക്കുള്ളതല്ല. അത് സാമൂഹ്യ പ്രതിബദ്ധതയുടെ ദിവസമാണ്. ശ്രീരാമനവമിയും ശിവരാത്രിയും ശ്രീകൃഷ്ണ ജയന്തിയും എല്ലാം സാമൂഹ്യ ആചാരങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കപ്പെടേണ്ട ദിവസമാണ്. ആ ജ്യോതിഷിയുടെ കാര്യങ്ങൾ പറഞ്ഞു സ്നേഹത്തോടുകൂടി അദ്ദേഹത്തിന് കാര്യം മനസ്സിലാക്കണം. ഇതുപോലെ 5 ലക്ഷത്തിൽ പരം യുവതികൾ, യുവാക്കൾ ചൊവ്വാദോഷത്തിന്റെയും ശുദ്ധജാതകത്തിന്റെയും പേരിൽ നടന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് അതിനൊരു പരിഹാരം കൂടി ജ്യോതിഷങ്ങളോടനുബന്ധിച്ച് നമുക്ക് കാണണം. ആ ഒരു വിഷൻ കൂടി 2027 നമ്മള് കുറെ പണ്ഡിതന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ജാതക ദോഷ പരിഹാര യജ്ഞം നടന്നതൊക്കെയാണ് അവർ പറയുന്നത്. എനിക്ക് മനസ്സിലായിട്ടില്ല കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത്. എന്തായാലും നമുക്ക് പുതിയ ജാതകം ഉണ്ട്. ഈ ദോഷമൊക്കെ പരിഹരിക്കാൻ പുതിയ ജാതകം കൊടുത്താൽ പ്രശ്നം തീരുമല്ലോ. ഇത് കഴിയൊക്കെ മാറ്റിയാൽ മതില്ലേ. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക് ഈ ഹൈന്ദവ സമൂഹത്തിന്റെ ശ്രദ്ധയെ കൊണ്ടുപോകണം. ഇപ്പൊ മാട്രിമോണി എന്ന് പറഞ്ഞാൽ വിവാഹ കാര്യങ്ങൾ ഇതുവരെ സഹായിക്കാം. അല്ല നാളത്തോടുകൂടി ഈ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കുക എന്നുള്ളതല്ല. മറിച്ച് അണ്ണാറക്കണ്ണൻ പാലം പണിയുമ്പോൾ ആരെ സഹായിച്ചു? കമാൻഡിൽ ഇല്ലെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അണ്ണാറക്കണ്ണനൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ വലിയ കല്ലെടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ എന്നാൽ പറ്റുന്നത് ചെയ്യുക എന്ന ഭാവത്തോടുകൂടി നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും വർഷം ഒരു 5000 പേരുടെ കല്യാണത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടാണ്. കല്യാണം എന്ന് പറയുന്നത് 2 വ്യക്തികൾ തമ്മിലുള്ള യോജിപ്പല്ല, 2 കുടുംബങ്ങൾ. 2 തരം കല്യാണമുണ്ട്. അത് 2 തരം കല്യാണമാണ് വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്നത്. അറേഞ്ച് മാരേജും ലവ് മാരേജും. അറേഞ്ച് മാരേജാണ് ബ്രാഹ്മൺ, ലവ് മാരേജാണ് ഗാന്ധർവം. അപ്പൊ നമുക്ക് വേണ്ടത് അറേഞ്ച് മാരേജാണ്. അപ്പൊ അതിനുവേണ്ടി ഈ വെബ്സൈറ്റിൽ നമ്മൾ പരമാവധി ഉപയോഗിക്കും. ഇതാണ് 2ാമത്തെ കാര്യം. ഒന്നാമത്തെ രാമായണ പാരായണ പഠനം, 2ാമത്തേത് സനാതന മാട്രിമോണി, 3ാമത്തേത് വൈഭവം. നമ്മുടെ മക്കളെ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ 140 കുട്ടികളാണ് IAS പഠിപ്പിക്കുന്നത്. IAS അല്ല, സിവിൽ സർവീസ്. 22 ടൈപ്പ് ഓഫ് സിവിൽ സർവീസ് ഉണ്ട്. 21 വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും ഒരു മിനിമം ഡിഗ്രി ഉണ്ടെങ്കിൽ സിവിൽ സർവീസ് പരീക്ഷ എഴുതാം. പക്ഷെ സിവിൽ സർവീസ് പരീക്ഷ തലേദിവസം പോയാൽ സിവിൽ സർവീസ് കിട്ടുമോ? ഇല്ല. 8ാം ക്ലാസ് മുതൽ പരിശീലനം തുടങ്ങും. അതിനു വേണ്ടിയിട്ട് സങ്കല്പ IAS-മായി ചേർന്ന് നമ്മൾ വേണ്ടി 2024 കേരളത്തിലെ 14 ജില്ലകളിലും ഏകദിന സെമിനാർസ്, എന്താ പറയുന്നത്, ഏകദിന ശിബിരങ്ങൾ നടത്തി. രാവിലെ മുതൽ വൈകുന്നേരം വരെ അത്ഭുതകരമായ പങ്കാളിത്തമായി 3200 കുട്ടികൾ പങ്കെടുത്തു. നിങ്ങളുടെ എറണാകുളത്ത് 250 പേരെ കുട്ടികൾ പങ്കെടുത്തു. വയനാട്ടിൽ 400 അടുത്ത് കുട്ടികൾ പങ്കെടുത്തു. അപ്പൊ ഈ കുട്ടികളിൽ നിന്ന് സെലക്ട് ചെയ്ത 140 കുട്ടികളെ നമ്മളിപ്പോ സിവിൽ സർവീസിന് പഠിപ്പിക്കുന്നു. നമ്മുടെ ലക്ഷ്യം എറണാകുളം ജില്ലയിൽ മാത്രം നിങ്ങൾ 100 കുട്ടികൾ ഇതിനുവേണ്ടി തയ്യാറാക്കണം. 8ാം ക്ലാസ്സിന് മേലെ നമ്മളെല്ലാം ക്ലാസ് കൊടുക്കുക. സങ്കല്പ IAS-ന്റെ വിദഗ്ധ ടീച്ചേഴ്സാണ്. നിങ്ങൾ സങ്കല്പ IAS-നെ ഗൂഗിൾ സെർച്ച് ചെയ്യണം. ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ സിവിൽ സർവീസിലേക്ക് എത്തിക്കുന്ന സംഘടനയാണ് ഇത്, സങ്കല്പ IAS. ഡൽഹിയാണ് ആസ്ഥാനം. അതിനൊരു ബ്രാഞ്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ വൈഭവത്തിലൂടെ നമ്മുടെ മക്കൾക്ക് വ്യത്യസ്തമായ
എന്താണ്? നിരന്തരമായി പരിശീലിക്കും. അപ്പൊ നമ്മൾ നിരന്തരമായിട്ട് ഇത്തരം പരിശീലനങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ സമാജത്തിൽ ഇത്തരം ആളുകളെ നമുക്ക് ഡെവലപ്പ് എടുക്കാൻ കഴിയും. അതാണ് വൈഭവത്തിൽ ഏറ്റവും പ്രധാന ലക്ഷ്യം. നമ്മുടെ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. അതിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ ആര്യവടിയിൽ എന്നൊരു പ്രോഗ്രാം നമ്മൾ നടത്തുന്നത്. അതിൽ കേരള കുട്ടികളാരും ഉൾപ്പെടുന്നുണ്ടാവും. ഭാവിയിൽ നമുക്ക് സയന്റിസ്റ്റുകൾ വേണം, ശാസ്ത്രകാരന്മാരെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ശാസ്ത്രകാരന്മാരെ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ആര്യവടിയിൽ ഡോക്ടർ അശോക് സാറിന്റെ നേതൃത്വത്തിൽ ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. 24 കൊല്ലക്കാലം അമേരിക്കയിൽ അറിയപ്പെടുന്ന സയന്റിസ്റ്റാണ്, തൃശൂർ സ്വദേശി. അദ്ദേഹം നമ്മുടെ ജില്ലയുടെ രക്ഷാധികാരി കൂടിയാണ്. അപ്പോ 6:30 മണിക്ക് മക്കൾ ഉറങ്ങിയാണ്, അതുകൊണ്ട് വിളിക്കരുത് എന്നൊന്നും അമ്മമാര് വാശി പിടിക്കരുത്. വിദ്യാർത്ഥിയുടെ സുഖം, സുഖാർത്ഥിയുടെ വിദ്യ. വിദ്യാർത്ഥിക്ക് സുഖമില്ല, സുഖാർത്ഥിക്കത്തില്ല, വിദ്യയുമില്ല. ഉറങ്ങുന്നവൻ കാലാകാലം ഉറങ്ങിക്കൊണ്ടിരിക്കും. കാവ്യകൃഷ്ണൻ ഭഗത്യാനം ശ്വാനമുദ്ര തദൈവ അല്പാഹാരം ജീർണ വസ്ത്രം ഏതത് വിദ്യാർത്ഥി ലക്ഷ്യം. ഇതാണ് ഒരു വിദ്യാർത്ഥിയുടെ 5 ലക്ഷം. കാക്കയെ പോലെ സൂക്ഷ്മം, കൊക്കിന്റെ ഏകാഗ്രത, പോത്തിനെ പോലെ ഉറങ്ങരുത്, പട്ടിയെ പോലെ ശ്വാനമുദ്ര, പട്ടിയെ പോലെ ഉറങ്ങുന്നവൻ, അല്പാഹാരം 7 കാര്യങ്ങൾ അടങ്ങിയ ഭക്ഷണം നമ്മൾ കൊണ്ടുവരണം. വാട്ടർ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻസ്, മിനറൽസ്, വൈറ്റമിൻസ് ആൻഡ് ഫൈബർ. നമ്മൾ ചോക്ലേറ്റ് കൊടുക്കും, നിങ്ങളല്ലോ പറയാൻ ചോക്ലേറ്റ് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ കല്യാണം വേണ്ടി പോയി തിരിച്ചു വരുമ്പോൾ ഐസ്ക്രീം കൊണ്ട് ചക്കക്കൊരു ചുണ്ടെന്ന് വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാം കഴിക്കാം. നമ്മൾ ഐസ്ക്രീം ആണ് കഴിക്കും അല്ലേ? ഐസ്ക്രീമാണ് നല്ലത്, ചക്കക്കുരുവാണ് നല്ലത്. ഏതാണ്? ചക്കക്കുരുവാണ്. പക്ഷെ നല്ലത് ചക്കക്കുരുവാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഐസ്ക്രീം എടുക്കാൻ എന്താ കാരണം? നല്ലതിനേക്കാളേറെ നമുക്കിഷ്ടം നാവിന്റെ രുചിയാണ്. നല്ലതിനേക്കാൾ നമുക്കിഷ്ടം നാവിന്റെ. ഞങ്ങളുടെ കോഴിക്കോട് സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ പഞ്ചനക്ഷത്ര ആശുപത്രികൾ. ബേബി, മിംസ്, മൈത്ര, ഫാത്തിമ തുടങ്ങിയിട്ട് 12 പഞ്ചനക്ഷത്ര ആശുപത്രികൾ. കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്ത് സുരേഷ് അവിടെ ചെന്ന സമയത്ത് മൈത്ര ഹോസ്പിറ്റൽ ചെന്നു. കാറ് പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഓടിയുണ്ട്, ബെൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മുതലാളിമാർക്ക് ഐസിയുണ്ട്. കാർ എവിടെയുണ്ട്? താഴെ പാർക്കിങ്ങിലുണ്ട്. മുതലാളിമാർ എവിടെയുണ്ട്? ഐസിയുലും ഉണ്ട്. എന്തുകൊണ്ടാണ്? ഷവർമ്മ, കുഴിമന്തി, പേര് പോലും നോക്കും നിങ്ങൾ. പെട്ടെന്ന് കുഴിയിൽ പോകുമ്പോൾ എന്ത് കഴിക്കണം? കുഴിമന്തി. പെട്ടെന്ന് ഷവർമ്മ. അതിന്റെ പേര് പോലും അത് പറഞ്ഞു. പഴക്ക ഇറച്ചിയാണ് ഷവർമ്മയിലൊക്കെ വരുന്നത്. ഒന്നും കഴിക്കണമെന്ന് എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ നാളെ എല്ലാവരും പെട്ടെന്ന് ഭക്ഷണം ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് പശുവിന്റെ മാംസം നിഷിദ്ധമാണ്. ഇസ്ലാമിലെങ്ങനെ പത്തിമാംസം നിഷിദ്ധമാണോ അതുപോലെ ഹിന്ദുക്കൾക്ക് ഗോമാംസം നിഷിദ്ധമാണ്. അല്ലാതെ നാളെ മുതൽ മത്സ്യമാംസാദികളൊന്നും പറഞ്ഞിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് കണ്ടു നോക്കി കഴിക്കണം. ഉത്തമ ബോധ്യമില്ലാത്തടത്ത് കഴിക്കരുത്. ഇതൊക്കെ വലിയ പ്രോബ്ലംസ് ഉണ്ടാകും. ഞാൻ നിരന്തരം കാസർഗോഡ് ദുരന്തത്തെ യാത്ര ചെയ്യുന്നതാണ്. കഴിഞ്ഞ 20 വർഷമായി. ഒരു 10 കൊല്ലം മുമ്പ് വരെ കാണാത്ത ബോർഡുകൾ ഇപ്പൊ കാണും. എന്തായിരുന്നു ബോർഡ്? ഹലാൽ ബോർഡ്. ഇങ്ങനൊരു ബോർഡ് മുമ്പ് കാണില്ലായിരുന്നു. ഹലാൽ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാമിക വിശ്വാസപ്രകാരം ഞങ്ങൾ പാചകം ചെയ്യുന്ന ഭക്ഷണമാണ് ഇവിടെ വിൽക്കുക. ഹിന്ദു, ക്രിസ്ത്യാനി നിനക്ക് സൗകര്യം കഴിച്ചാൽ മതി. അവിടെ മൊത്തം നോക്കിയാൽ ഹിന്ദുക്കൾ കടിച്ചു പറിക്കുന്നതാണ്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മള് 7 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഭക്ഷണം. അല്പാഹാരം, ജീർണ വസ്ത്രം, വസ്ത്രം പരമാവധി കാലം ഉപയോഗിക്കണം. ഇതാണ് വിദ്യാർത്ഥിയുടെ 5 ലക്ഷം. നമ്മുടെ മക്കളുടെ മുന്നിലേക്ക് ഇംപ്രിന്റിംഗ് പീരീഡ് എന്ന് പറയുന്ന 10 വയസ്സുകളിൽ ഗോൾ സെറ്റിംഗ് ആണ്. ഗോൾ സെറ്റിംഗ് മീൻസ് 10 വയസ്സുള്ള കുട്ടിയോട് ചോദിക്കണം, 25 വയസ്സിൽ നീ ആരായിരിക്കും? 25 വയസ്സുണ്ടാവില്ലേ? ഇപ്പോൾ 15 വർഷം, 15 വർഷം കഴിഞ്ഞ് നീ ആരായിരിക്കും? ദാറ്റ് ഈസ് ഗോൾ സെറ്റിംഗ്. അപ്പൊ കുട്ടി ഗോൾ സെറ്റ് ചെയ്യും. ഞാൻ 15 വർഷം കഴിഞ്ഞാൽ ഇന്ന ആളായിരിക്കും. അതിന്റെ വഴിയുള്ള ശ്രദ്ധിക്കും. ഇത് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഏത് വിഷയം എടുക്കുന്നത്? അപ്പൊ നാട്ടുകാരോട്, കൂട്ടുകാരോട് ഇതിനെടുത്ത് ഞാൻ കൊമേഴ്സ്, അപ്പൊ ഞാൻ കൊമേഴ്സ്. അപ്പൊ വേറെ കൂട്ടുകാരോട് ഇതിനെടുക്കുന്നത് ഞാൻ സയൻസ് ആണ്, അപ്പൊ ഞാൻ സയൻസ്. അതിനൊരു വ്യക്തിത്വം ഇല്ലായ്മ പറ്റും. കൃത്യമായ ഒരു വിഷൻ നമ്മുടെ മക്കൾക്കുണ്ടാണ്. വിഷനും വിഷൻ എന്ന് പറയാം അല്ലേ? വിഷൻ കാഴ്ചപ്പാടാണ്, വിഷൻ ദൗത്യമാണ്. ആ വിഷനിലേക്ക് പോകണമെങ്കിൽ നമുക്ക് മിഷൻ കൂടി വേണം. ലക്ഷ്യവും മാർഗവും ഒരുപോലെ തെളിയും. ലക്ഷ്യവും മാർഗവും ഒരുപോലെ തെളിഞ്ഞാൽ യാത്ര സുഖകരമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ സർവതോന്മുഖമായ ഉന്നതി ലക്ഷ്യമാക്കിയിട്ടാണ് വൈഭവം പ്രവർത്തിക്കുന്നത്. അതിനെ ഒന്ന് സക്രിയമാണ്. ഇപ്പൊ വൈഭവത്തിന്റെ ക്ലാസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
നമ്മൾ ചില പദ്ധതികൾ കൂടി ഈ മാസം അവസാനം പ്ലാൻ ചെയ്തിട്ട് സജീവമായിട്ട് ഈ ഒരു വെക്കേഷൻ ടൈമിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വ്യത്യസ്തമായ പരിശീലന പദ്ധതികൾ മക്കൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തത് വൈഭവ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. മൂന്നാമത്തേത്, നമ്മുടെ സമാജത്തിൽ ഒരുപാട് കുടുംബ പ്രോബ്ലംസ്, അത് വഴക്കുകളായിരിക്കാം, പിണക്കങ്ങളായിരിക്കാം, തെറ്റായ ലവ് ജിഹാദ് പോലെയുള്ള ട്രാപ്പുകൾ, ആത്മഹത്യകളുണ്ട്, മൊബൈൽ ഫോണിന് അടിമയാകുന്ന പ്രശ്നമുണ്ട്, മദ്യത്തിന് അടിമയാകുന്ന പ്രോബ്ലമുണ്ട്, എല്ലാം നമുക്ക് വേണം. ഒന്നിന് അടിമയാകരുത് മാത്രം. ഇങ്ങനെയുള്ള പ്രശ്നം വരുമ്പോൾ നമ്മൾ ആരെ സമീപിക്കും? വയനാട്ടിൽ ഒരാൾ ആത്മഹത്യ തീരുമാനിച്ചു. ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏതാ സാധനം? ഫാൻ ആത്മഹത്യ വേണ്ടിയുള്ളതാണ്. ഇത് കാറ്റിന് വേണ്ടിയുള്ള സാധനമാണ് ഫാൻ. പക്ഷെ ആളുകൾ ഫാനിന്റെ കൂടെയാണ് കയറി കെട്ടി ആടെ കുടുംബത്തെ റെഡിയാക്കി വെച്ചു. എന്നിട്ട് ആ സമയത്താണ് നമ്മൾ പാഠശാലയിലെ ഒരു അഭ്യുദയകാംക്ഷയാണ്. പാഠശാലയിൽ നമ്മളൊരു പബ്ലിസിറ്റി കൊടുത്തിരുന്നു. നിങ്ങൾ ആത്മഹത്യ തീരുമാനിച്ചുവെങ്കിൽ അതിനു മുമ്പ് ഞങ്ങളെ ഒന്ന് വിളിക്കുമെന്ന് പറഞ്ഞിട്ടൊന്ന് ഉഷാറാക്കിയിട്ട് ചില പരസ്യമൊക്കെ കൊടുത്തിരുന്നു. അപ്പൊ അതിൽ 14 നമ്പറുണ്ട്. വയനാട് ജില്ലയുടെ കോർഡിനേറ്റർ രഞ്ജിത്ത് എന്ന് പറഞ്ഞാണ്. വളരെ രഹസ്യം കൂടിയാണ്. 10 തെയ്യാണെന്നുള്ളത് എല്ലാവരും ആത്മഹത്യ ചെയ്യുന്നില്ലേ? അപ്പോ ഒന്ന് രഞ്ജിത്തിനെ വിളിച്ച് കളയാം എന്ന് കരുതി ഇതൊക്കെ അഴിച്ചു താഴെ വെച്ചു. രഞ്ജിത്തിനെ വിളിച്ചു. രഞ്ജിത്തിനോട് പറഞ്ഞു, ഞാനിങ്ങനെ ഇന്നയാളാ വലിയ സ്ഥലത്ത് വിളിക്കുകയാണ്, എന്റെ ഭാര്യ പഴകിപ്പോയി, എനിക്ക് വീട്ടിൽ ആരുമില്ല, ജീവിക്കാൻ എനിക്കൊന്നും തോന്നില്ല, അപ്പൊ ഞാൻ ആത്മഹത്യ. രഞ്ജിത്ത് ചോദിച്ചു, ആത്മഹത്യ രാവിലെയൊന്ന് മാറ്റി വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. നാളെ രാവിലേക്ക് കുറച്ച് സമയം മാറ്റി വെച്ചൂടെ? ഞാൻ രാവിലെ വരാം. സമയം 11 മണിയായല്ലോ. രാവിലെ രഞ്ജിത്ത് ആ വീട്ടിൽ നമ്മൾ ആത്മഹത്യ ചെയ്തിട്ടില്ല, ഇയാളെ വേണ്ടി നിൽക്കുകയാണ്. ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാളെ വേണ്ടി നിൽക്കുകയാണ്. രഞ്ജിത്തോടെ കുറെ സമയം സംസാരിച്ചു. ഞാൻ ഇപ്പോഴും ആത്മഹത്യ ചെയ്തിട്ടില്ല കേട്ടോ. 30 സെക്കൻഡിനുള്ളിൽ എടുക്കുന്ന ഒരു തീരുമാനമാണ് ഒരാളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. അതിന്റെ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആണെങ്കിൽ പിന്നെ ലൈഫിൽ ഒരിക്കലും വേണമെന്നില്ല, ആത്മഹത്യ ചെയ്യാൻ വഴിയും. അതിന് 500 കൗൺസിലേഴ്സിന്റെ സേവനം നമ്മൾ പാഠശാല ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കൗൺസിലിംഗ് ആണെന്ന് കേൾക്കുമ്പോൾ ധാരാളം പേര്, എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതലാണ്, 10-30 പേരുണ്ട്. കൗൺസിലിംഗ് ചെയ്യണം നിർബന്ധമില്ല. പക്ഷേ ഒരു മെഡിക്കൽ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഉദ്ഘാടകർ എന്ന് പറയണം, ഇവിടെ എല്ലാ ദിവസവും 1 ലക്ഷം രൂപയുടെ കച്ചവടം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നാട്ടിൽ അത്രയും രോഗികൾ ഉണ്ടാവുന്നതാണ്. ഒരു ആശുപത്രി തുടങ്ങുമ്പോൾ ഉടനെ പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണെങ്കിലും കൂടി പോകണേ. എന്തുകൊണ്ടാണ്? രോഗികളുണ്ടെങ്കിൽ ആശുപത്രി കൂടി പോകും. കൗൺസിലിംഗ് ഒരു അഭിമാനമല്ല. ആളുകളുടെ പ്രശ്നം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണം, എന്നാലും എനിക്ക് ഇടപെടാൻ അവസരം കിട്ടും എന്ന് പറയുന്നതിൽ കാര്യം. പക്ഷെ പ്രശ്നം റിയാലിറ്റിയാണ്. രാമനുണ്ടെങ്കിൽ രാവണൻ ഉണ്ടാകും, കൃഷ്ണനുണ്ടെങ്കിൽ കംസൻ ഉണ്ടാകും. പ്രശ്നങ്ങൾ എല്ലാ കാലത്തുണ്ട്, അതിനൊപ്പം പരിഹാരമുണ്ട്. അതുകൊണ്ട് കൗൺസിലേഴ്സിന്റെ സേവനത്തെ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കണം. കൗൺസിലിംഗ് മുഴുവൻ കൗൺസിലേഴ്സിന് വേണ്ടി ഏപ്രിൽ മാസം 18-19 തീയതികളായിട്ട് നമ്മൾ 2 ഡേയ്സ് ക്യാമ്പ് വെച്ചിട്ടുണ്ട്. ഈ 6ാമത്തെ ബാച്ചിന്റെ പ്രായോഗിക ക്ലാസ് 3 ദിവസം ഈ ജനുവരി 30, 31, ഫെബ്രുവരി 1 കോഴിക്കോട് നടക്കുന്നുണ്ട്. അതോടുകൂടി നമുക്ക് 500ഓളം കൗൺസിലേഴ്സിന്റെ സേവനത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. 5ാമത്തേത് സ്വദേശി ഷോപ്പുകളാണ്. 162 സ്വദേശി ഷോപ്പുകളാണ്. എന്താണ് സ്വദേശി ഷോപ്പ്? ഇന്ത്യൻ നിർമ്മിതം. പിന്നെ രഹസ്യമായിട്ടുള്ളത് ഞാൻ പരസ്യമായിട്ട് പറയാം, നിങ്ങൾ കച്ചവടത്തിൽ അത് പറയരുത് മാത്രം. ഹിന്ദു നിർമ്മിതം. കോൾഗേറ്റും ക്ലോസപ്പും പെപ്സോഡന്റും ഇന്ത്യക്കാർക്കതാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന അതല്ലേ മിക്കവാറും വീടുകൾ. ഞാൻ RSS BJP പ്രവർത്തകന്മാരുടെ വീട്ടിലൊക്കെ താമസിക്കുന്നതാണ്. പക്ഷെ പലയിടത്തും നിരാശപ്പെടുത്തും. ടോയ്ലറ്റിൽ പോയാൽ ഹാർപ്പിക്കിന്റെ ടോയ്ലറ്റ് ഉണ്ടായിരിക്കും, ആശീർവാദത്തിന്റെ ആട്ടം ഉണ്ടായിരിക്കും, ചപ്പാത്തി. നോക്കൂ, കോൾഗേറ്റ് ക്ലോസപ്പ് പെപ്സോഡന്റ് പല്ല് തേക്കുമ്പോൾ രാജ്യത്തിന്റെ 9 രൂപ ചോദിച്ചിട്ട് രാവിലെ അമേരിക്കയിൽ പോകും. ആശീർവാദത്തിന്റെ ആട്ടം കൊണ്ട് നിങ്ങൾ ചപ്പാത്തി ഇട്ട് കഴിഞ്ഞാൽ രാജ്യത്തിന്റെ 16 രൂപ ചോർന്നു. ഹാർപ്പിക്കിന്റെ ടോയ്ലറ്റ് ക്ലീനർ വീട്ടിലെ ടോയ്ലറ്റ് ഉപയോഗിച്ചാൽ രാജ്യത്തിന്റെ 22 രൂപ ചോർന്നു. ക്ലാസ്മേറ്റിന്റെ നോട്ട് വാങ്ങിയാണല്ലോ 6 രൂപ ചോർന്നു. ബാറ്റയുടെ ചെത്തി അടിയാൽ കുറെ പൈസ ചോർന്നു. സന്തൂർ സോപ്പ് ലൈഫ് ഓയിൽ തേച്ച് കൊടുത്താൽ രാജ്യത്തിന്റെ 4 രൂപ ചോർന്നു. രാജ്യത്തിന്റെ സമ്പത്ത് ചോരാതെ നോക്കേണ്ടത് ആരുടെ കടമയാണ്? റെസ്പോൺസിബിൾ സിറ്റിസൺ, ഉത്തരവാദിത്വമുള്ള പൗരന്റെ കടമയാണ്. നമ്മുടെ മോദിജി പറയുന്നു മേക്ക് ഇൻ ഇന്ത്യ. അതേ ലോകം മുഴുവൻ സഞ്ചരിക്കുകയാണ്. ആർക്ക് വേണ്ടി? രാഷ്ട്രത്തിന് വേണ്ടി. പക്ഷെ നമ്മൾ നോക്കിയിട്ട് വലുതേക്കും, അത് നടക്കില്ല. അതുകൊണ്ട് സ്വദേശി ഷോപ്പുകൾ നമുക്ക് 162 ഷോപ്പുകളാണ് ഇപ്പൊ കേരളത്തിൽ. 2026 1000 ഷോപ്പുകൾ എന്നൊരു സങ്കല്പമാണ്. അപ്പൊ നമുക്ക് എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിൽ ചെറിയ ചെറിയ സ്വദേശി സംരംഭങ്ങൾ, ഇന്ത്യൻ
ഇന്ത്യൻ നിർമ്മിതം, ഹിന്ദു നിർമ്മിതമായ ഉൽപ്പന്നങ്ങൾ. നിങ്ങൾ അജ്മിയുടെ പുട്ടുപൊടി കണ്ടിട്ടുണ്ടോ? കേക്കയുടെ പുട്ടുപൊടി, സ്വർണം പവിത്രം പവിഴം, ഇതൊന്നും നമ്മുടെ കേട്ടോ. നമ്മുടെ വിരുദ്ധരായിട്ടാണ്. വിഗ്രഹാരാധന പാപമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് വിഗ്രഹാരാധനകൾ എണ്ണ കൊടുക്കുന്നത്. അത് വേണം, എണ്ണ വേണം, വേണ്ട. ഒന്നുകിൽ വിഗ്രഹാരാധന പാപമല്ലെന്ന് പറയണം, ഇതിന്റെ എണ്ണ ഞാൻ മേടിച്ചോളാം. കുറച്ച് നീ നിലവിൽ പോകേണ്ടവരാണ്, പക്ഷെ നിലവിൽ പോകുമ്പോൾ ഞങ്ങൾ എണ്ണ കൂടെ എടുത്തോളൂ എന്ന് പറയുന്നത് വേണം. അപ്പൊ ആർജിയുടെ, ഞാൻ ആർജിയുടെ കൊണ്ടു കേട്ടോ, ആർജിയുടെ എണ്ണയെ പ്രമോദിയാണ്. കാരണം നമ്മുടെ ആളുകൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒരു വിഷയം നമുക്കുണ്ടാകും. ഞാനൊരു വർഗീയത പറയുന്നതാണെന്ന് തോന്നുന്നതാണ്. റിയാലിറ്റിയാണ്. നമ്മൾ ഹിന്ദുക്കൾ ഒരുപാട് മതേതൃത്വം തലക്ക് പിടിച്ചാണ്. അതുകൊണ്ടാണ് വി ഡി സവർക്കർ നമ്മളെ കുറിച്ച് പറഞ്ഞത് സദ്ഗുണ വൈകൃതി. ഗുണമെന്ന് കൂടി 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 എന്തായി? വൈകൃതമായി പോയി. വെള്ളിയാഴ്ച ജനിക്കുന്ന കുട്ടികളെ മുസ്ലിം ആക്കുവാൻ പ്രഖ്യാപിച്ചു സാമൂതിരി. ഹിന്ദു വീട്ടിൽ വെള്ളിയാഴ്ച ജനിക്കുന്ന എല്ലാ കുട്ടികളും ആരായിട്ട് വളരണം? മുസ്ലിമായിട്ട് വളരണം എന്ന് പറഞ്ഞു. നമുക്ക് കടലടക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. നമ്മുടെ അന്ധവിശ്വാസം. വിവേകാനന്ദ സ്വാമിയെ പോലും കടലടക്കാൻ സ്വപ്നത്തിൽ ആര് വരേണ്ടി വന്നു? ശ്രീരാമകൃഷ്ണ പരമഹംസർ ഈ കന്യാകുമാരി പറയുന്നത് വരേണ്ടി വന്നു. കടലടക്കാൻ മുസ്ലിം വരുമല്ലോ. അതുകൊണ്ട് ഹിന്ദു വീട്ടിലെ ചെറുപ്പക്കാരെന്താക്കി? മുസ്ലിമാണ്. കൊടുങ്ങല്ലൂർ വന്നിറങ്ങിയ വിവേകാനന്ദ സ്വാമികളുടെ കുതിരവണ്ടി ഓടിക്കുന്നത് ക്രിസ്ത്യൻ. മനോഹരമായി ശ്രീകൃഷ്ണന്റെ വചനമാണ് കേട്ടപ്പോൾ സ്വാമി ചോദിച്ചു, എന്റെ ക്രിസ്ത്യൻ തെരുവ് പഠിച്ചു. അപ്പൊ പറഞ്ഞു, എന്റെ പൊന്നു സ്വാമി, 2 കൊല്ലം പോലെ ഞാനൊരു പുലയനായി. അന്ന് ഈ നമ്പൂരിയെ കാണുമ്പോൾ ഞാൻ ഓടണം. ഞാൻ മതം മാറി ക്രിസ്ത്യാനിയായപ്പോൾ ഈ നമ്പൂരി എന്റെ വീട്ടിലെ കാര്യസ്ഥനായി. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ള ആളുകൾ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആയാൽ അതേ നമ്പൂതിരിയുടെ വീട്ടിലെ കാര്യസ്ഥനാക്കുന്നത് കണ്ടപ്പോഴാണ് കേരളത്തെ എന്ത് വിളിച്ചത്? ഭ്രാന്താലയം എന്ന് വിളിച്ചത്. ആ ഭ്രാന്താലയത്തിൽ നിന്നും കേരളത്തെ ഗ്രന്ഥാലയത്തിലേക്ക് നമ്മുടെ ആചാരം കൊണ്ടുവന്നു. ഇന്ന് പുലയനോ പറയുന്ന നായകനോ നമ്പൂതിരിയൊന്നും വ്യത്യാസമില്ലാതെ നമ്മൾ ഒന്നിച്ച് ജീവിക്കുക. നമ്മൾ ആരും ജാതി ചിന്തിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ ശബരിമലയിൽ പോകുമ്പോൾ ജാതി നോക്കാറുണ്ടോ? ഒരു ക്ഷേത്രത്തിലും ഇത് ജാതീയതയില്ല. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും. പക്ഷെ അന്ധവിശ്വാസങ്ങളേതായിട്ട് ഇപ്പൊ കർണാടകയിൽ ഒരു ആചാരമുണ്ട്. ഈ ബ്രാഹ്മണന്മാർ കഴിച്ച എച്ചിൽ ആരുകളെ ഉള്ളൂ. ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും കിടന്നിങ്ങനെ ഉള്ളൂ. യെദ്യൂരപ്പ സർക്കാർ ഇത് നിരോധിച്ചു. കേസിൽ പോയത് ആരാന്നറിയാം? ബ്രാഹ്മണന്മാരുടെ ഉരുളുന്ന ആളുകൾ. ഞങ്ങൾ ഉരുളണം. കാരണം മുത്തച്ഛനുണ്ടപ്പോൾ മുത്തച്ഛന്റെ ജോലി മാറിയിട്ടുണ്ട്. അവിടെ ഞങ്ങളും ഉരുളും എന്ന് പറഞ്ഞ് സുപ്രീം കോടതി തമ്മിൽ ഉരുണ്ടോ എന്നുള്ളത് സുപ്രീം കോടതി തമാശ. അപ്പൊ ഇവിടെ മാറേണ്ടത് ആരാ? ബ്രാഹ്മണനാണോ? അല്ല, ഈ അന്ധവിശ്വാസം ആരാണോ സൂക്ഷിക്കുന്നത് അവരാണ് മാറേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ സമൂലമായ പരിവർത്തനം നാട്ടിൽ നടക്കണമെങ്കിൽ നമ്മുടെ ആശയത്തിന്റെ പ്രചണ്ഡമായ പ്രചരണം വേണം. 2019 ജൂലൈ 1-ാം തീയതി നമ്മുടെ പാഠശാല 6 കൊല്ലം തുടങ്ങുമ്പോൾ നമുക്ക് 1000 പഠിതാക്കളാണ്. ഞാൻ മനസ്സിലാക്കിയ ഭഗവത്ഗീത എല്ലാം ഞാൻ ആഴത്തിൽ പഠിച്ചൊന്നും ആവശ്യപ്പെടില്ല. ഞാൻ പഠിച്ച ഭഗവത്ഗീതയെ നിങ്ങളോട് പറയണം എന്ന ആഗ്രഹത്തിലാണ് പാഠശാല തുടങ്ങിയത്. 2019 ജൂൺ മാസം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടതാണ് നിങ്ങൾക്ക് ജോലി ചെയ്യണമെന്ന് വേണം. ജൂലൈ 1-ന് 1000 പേർ, 900-ത്തിനടുത്ത് പേർ ജോലി ചെയ്തു. പക്ഷെ ജൂലൈ 10 ആയപ്പോൾ 65,000 പേർ അപേക്ഷ അയച്ചു. അപ്പൊ നമ്മൾ മനസ്സിലാക്കി നമ്മൾ വിട്ടുപോയിരിക്കും. കാരണം ഇത്ര ആളുകൾ ഗ്രൂപ്പ് ഉണ്ടാക്കി ജോലി ചെയ്യിക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോണേ ഉള്ളൂ. അപ്പോഴാണ് സഹായത്തിന് ആവശ്യപ്പെടുന്നത്. അങ്ങനെയാണ് നിങ്ങൾ അടക്കമുള്ള ആളുകളെ നമുക്ക് ലഭിച്ചത്. ഇപ്പൊ നമ്മള് 5000-ഓളം വാട്സപ്പ് ഗ്രൂപ്പുകളും 7 ലക്ഷത്തിൽ പല പഠിതാക്കളും 1200-ഓളം കാര്യകർത്താക്കളുള്ള ഒരു വലിയ ഓർഗനൈസേഷനായിട്ട് മാറിയിട്ടുണ്ട്. സെൻട്രൽ കേരളയിൽ നമ്മുടെ കാര്യാലയത്തിന്റെ വർക്ക് നമുക്ക് ഈ വർഷം ആരംഭിക്കും. വില്യൂസിന് പോകുന്ന ഒരാൾ ദാനം നൽകിയിട്ടുണ്ട്. ബാലികർ കോൺഗ്രസ് അറിയില്ലേ? അതിനോട് ചേർന്നത് ട്രെയിനിങ് സെന്റർ. ട്രെയിനിങ് ഏറ്റവും നന്നായി സംസാരിക്കുന്ന, മൈക്കിനെ ഭയക്കാത്ത, ആശയങ്ങളെ പ്രചണ്ഡമായി പ്രചരിപ്പിക്കുന്ന, ഹിന്ദുധർമ്മത്തിനെതിരെയുള്ള എല്ലാ വെല്ലുവിളികളെയും ചോദ്യം ചെയ്യുവാൻ കഴിയുന്ന 100 പേർ ഓരോ ജില്ലയിലുണ്ടാവും. അതാണോ കൊള്ളാവുന്നത്? എന്റെ ധർമ്മത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയും ചോദ്യം ചെയ്യപ്പെടാതെ പോകരുത്. സനാതന ധർമ്മത്തിന്റെ മഹത്വത്തെ കുറിച്ച് ഉദ്ഘോഷിക്കുവാൻ കഴിയുന്ന ആളുകളുടെ എണ്ണത്തെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരണം. ചിരപുരാതനവും നിത്യനൂതനവുമായ ഈ സനാതന ധർമ്മത്തിന്റെ മഹത്വത്തെ സമസ്ത ലോക ഹിതാർത്ഥം ഭൂമിയിൽ അവതരിച്ചതാണ് ഈ ധർമ്മം. എല്ലാവരെയും സ്വീകരിക്കുവാൻ കഴിയുന്ന ഈ ധർമ്മം ആകാശാത് പതിനം തോയം യഥാഗതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി എന്ന് പ്രാർത്ഥിച്ചവരാണ് നാം ഹിന്ദുക്കൾ. വെണ്ണിൽ നിന്ന് മണ്ണിലേക്ക് പതിക്കുന്ന
കോടാനുകോടി മഴത്തുള്ളികളെങ്കിൽ അരുവിയിലൂടെ നദിയിലൂടെ ഒഴുകി ഏകമാകുന്ന സാഗരത്തിൽ എത്തിച്ചേരുന്നുവോ? സർവ്വദേവ നമസ്കാരം. നിങ്ങൾ ഏത് ദൈവത്തെ വേണമെങ്കിലും നമസ്കരിക്കുന്നു. കേശവം ഏകമാകുന്ന ഈശ്വരനിൽ വന്നു ചെയ്തു. അങ്ങനെ വിശാലമായ മഹത്വം ബൃഹത്വമായ കാഴ്ചപ്പാട് വെച്ചു പുലർത്തിയ ഈ സനാതന ധർമ്മത്തെ അടുത്ത തലമുറയെ കേൾപ്പിക്കുവാൻ കാലം ചില നിയോഗങ്ങൾ എന്നിലും നിങ്ങളിലും നമ്മളിൽ കേൾപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഒന്നിച്ച് ചെയ്തൂടെ? ഓക്കെയാണോ? നമുക്ക് ഒത്തൊരുമിച്ച് ചെയ്യണം. ഒരു വ്യക്തി ചെയ്യുമ്പോൾ പരിമിതികളുണ്ട്. മറിച്ച് ഓർഗനൈസേഷൻ ചെയ്യുമ്പോഴോ സംഘടന ചെയ്യുമ്പോഴോ അപരിമിതമാണ്. ഒരുപാട് പരിധികളില്ലാത്ത ലോകത്തേക്ക് നമുക്ക് പറക്കാൻ കഴിയും. ഹിന്ദു സമൂഹത്തിൽ എല്ലാ കാലത്തും പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ വർഷത്തിൽ 5 പ്രാവശ്യം അയോധ്യയിൽ രാമനെ കാണുന്നൊരു സന്തോഷം. പക്ഷെ കണ്ടിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എപ്പോഴും ദുഃഖിച്ചു പോകാറുണ്ട്. അതിന്റെ ചരിത്രം മനസ്സിലാക്കിയത് 1528 തകർക്കപ്പെട്ട ഈ ക്ഷേത്രം തിരിച്ചെത്താൻ വേണ്ടി 77 യുദ്ധം നടത്തി 3 ലക്ഷത്തിൽ പരം ഹിന്ദുക്കൾ ജീവൻ ബലിദാനം നൽകിയിട്ടാണ് ഇന്ന് കാണുന്ന അയോധ്യ തിരിച്ചു പിടിച്ചത്. ആ 3 ലക്ഷം ആളുകൾക്കും സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, കുടുംബം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ധർമ്മത്തിനെതിരെ വെല്ലുവിളി വന്നപ്പോൾ ജീവൻ ത്യജിക്കുവാൻ അവർക്ക് യാതൊരു വൈമനസ്സും ഉണ്ടായില്ല. അത്തരം ധീരദേശാഭിമാനികളുടെ ധീര ബലിദാനത്തിൽ നിന്നാണ് നിങ്ങളും ഞാനും ഈ നാളിൽ ഒന്നിച്ചിരിക്കുന്നത്. നിർഭയം. കൂടുതൽ അമ്മമാരും പെങ്ങന്മാരാണുള്ളത്. ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അങ്ങനെ അഫ്ഗാനിസ്ഥാനായിരുന്നെങ്കിൽ എനിക്ക് എന്റെ പെങ്ങന്മാരെ കാണാൻ പറ്റും, അമ്മമാരെ കാണാൻ പറ്റും. ഇവിടെ ഒരു സാരി കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് പുറലോകത്ത് ഇറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ അച്ഛനോ കൂടെ വേണം. നിങ്ങളുടെ വസ്ത്രത്തിലേക്കും ഈ ശരീരസാരിക്ക് വരാൻ പറ്റുമോ? കറുത്ത പർദ്ദയ്ക്കുള്ളിൽ കണ്ണ് മാത്രം പുറത്ത് കാണിച്ച് ഞങ്ങളുടെ കാസർഗോഡത്തെ കണ്ണിന് നെറ്റിടാണ്. നമ്മൾ കണ്ണ് കാണുമെന്ന് കരുതിയിട്ട് കണ്ണിന് നെറ്റിട്ട് കളയുന്നുണ്ട്. കഴിഞ്ഞ മാസം മാതൃഭൂമിയിൽ വന്നൊരു ലേഖന പരമ്പര വായിച്ചപ്പോൾ സത്യം ഞെട്ടിത്തെരിച്ചു പോയി. അഫ്ഗാനിസ്ഥാനെ തന്നെ വായിച്ചിട്ടുണ്ടോ? MBBS 4th സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെ ക്യാമ്പസിലേക്ക് കടത്തിയെന്ന ഭീകരമാർ പറഞ്ഞു നിർത്തിക്കൊണ്ട പഠനം തുന്നൽ പണി പോകുമെന്ന്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് അവർ പിരിയുന്ന രംഗമുണ്ട്. പർദ്ദ അണിഞ്ഞുകൊണ്ട് അവർ നാട്ടിലേക്ക് പോയിട്ട് തുന്നൽ പണിയിൽ ഏർപ്പെട്ടു. അവർ തുന്നൽ പണി നല്ല പണി തന്നെയാണ്. പക്ഷേ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് ആ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ഓർക്കുക, ഹിന്ദുക്കൾ ഭൂരിപക്ഷമായതുകൊണ്ടാണ് ഈ നമ്മുടെ മക്കളൊക്കെ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രമൊക്കെ ധരിച്ച് സൂപ്പർ അടിപൊളിയായി നടക്കുന്നത്. അവർക്ക് അങ്ങനെ നടക്കുവാൻ ഈ ധർമ്മത്തെ നമ്മൾ സംരക്ഷിക്കും. ചിലപ്പോൾ അവർക്ക് ഈ ബോധ്യം നടക്കും. അവർക്ക് അറിയില്ല. നമ്മൾ ഹിന്ദുവിനെ വിമർശിക്കുന്ന ആളുകളെയും നമ്മൾ സംരക്ഷിക്കണം. ഹിന്ദു എന്ന് അറിയാത്ത ആളുകളെയും നമ്മൾ സംരക്ഷിക്കണം. ഇതെല്ലാം കേൾക്കാണ് നമ്മുടെ ഐക്യം. നമ്മുടെ ഒരു മതമല്ല. അതുകൊണ്ട് തന്നെ വിളിച്ചാൽ ഉടൻ ആളെ കിട്ടില്ല. സ്വർഗം മോഹിച്ചിട്ടും നരകം പേടിച്ചിട്ടും ആളുകൾ വരില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ബീവറേജ് ഓപ്പറേഷൻ നിങ്ങളുടെ എറണാകുളത്ത് എവിടെ തുടങ്ങിയാലും വിജയിക്കില്ലേ? ബീവറേജ് ഔട്ട്ലെറ്റ് എവിടെ തുടങ്ങിയാലും ആളുകൾ തേടി പിടിച്ച് കണ്ടു. പക്ഷെ മിൽമ ബൂത്ത് വിജയിപ്പിക്കാൻ കുറച്ച് പണിയുണ്ട്. ബീവറേജിന്റെ മുന്നിലാണോ മിൽമ ബൂത്തിന് മുന്നിലാണോ എറണാകുളത്ത് ക്യൂ വരുന്നത്? നിങ്ങളുടെ റീസൺ കാണാം അല്ല. എല്ലായിടത്തും കേരളത്തിൽ 50 രൂപയുടെ മദ്യം 700 രൂപയ്ക്ക് വാങ്ങിയിട്ടാണ് സർക്കാർ ശ്രദ്ധിക്കുന്നത്. ജനങ്ങൾ 50 രൂപയുടെ മദ്യം 700 രൂപയ്ക്ക് വിറ്റ് 400 രൂപ പെൻഷന് കൂട്ടി കൊടുത്ത് നീ ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുന്ന തോന്നിയാസമുള്ള നാടാണ് കേരളം. ഇതിന്റെ എല്ലാം ബലിയാടുകൾ നമ്മൾ ഹിന്ദുക്കളാണ്. നമ്മുടെ സമാജത്തെയാണ് ഗിനിപ്പന്നികളെ പോലെ എല്ലാവരും പരീക്ഷിക്കുന്നത്. മറ്റു മതങ്ങളെല്ലാം സംഘടിതമാണ്. സംഘടിത മതത്തെ തൊട്ട് കളിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് സൂംബ ഡാൻസ് വലിയ ചർച്ചയായിരുന്നു. സൂംബ ഡാൻസ് ഉണ്ടോ? ഇപ്പോ കാന്തപുരസ്വാമി അങ്ങനെ സൂംബണ്ട എന്ന് പറഞ്ഞിട്ടോട് സൂംബ ഡാൻസ് ഇല്ല. ഇത്ര മാത്രമേ ഉള്ളൂ ഈ കാര്യം. സംഘടിത വോട്ട് ബാങ്കിനെ എല്ലാവരും ഭയപ്പെടുത്തും. അപ്പോഴാണ് ഈ സനാതന ധർമ്മത്തെ അടുത്ത തലമുറയിൽ എത്തിക്കുവാനുള്ള ഒരു ഭഗീരഥ പ്രയത്നം നമ്മൾ ടീമായിട്ട് ചെയ്യുന്നത്. മാർച്ച് 1-ാം തീയതി നമ്മുടെ സംസ്ഥാന സമ്മേളനം സെൻട്രൽ കേരളയിൽ വെച്ചുകൊണ്ട് കേരളത്തായിരിക്കാം അല്ലെങ്കിൽ തൃശ്ശൂരായിരിക്കാം. അതോടുകൂടി നമ്മുടെ അടുത്ത കർമ്മ പദ്ധതികളിലേക്ക് നമ്മൾ ഘട്ടഘട്ടമായിട്ട് പ്രവേശിക്കും. രാമായണം പഠിക്കുക, 5 കാര്യങ്ങൾ ഓർക്കുക. രാമായണം, സനാതന മാട്രിമോണി, വൈഭവം, നമ്മുടെ കൗൺസിലേഴ്സിന്റെ സേവനം, 1000 സ്വദേശി ഷോപ്പുകൾ. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. നക്ഷത്രങ്ങളിൽ ജീവനുണ്ടോ എന്നറിയാതിട്ടും ഹിന്ദുക്കൾ പ്രാർത്ഥിച്ചത് ഓം ശാന്തി, അന്തരീക്ഷം ശാന്തി, പൃഥ്വി ശാന്തി, ആപത് ശാന്തി, ഔഷധയ ശാന്തി, ശാന്തി ദേവ ശാന്തി എന്ന പ്രപഞ്ചത്തിനും അതീതമായ കാഴ്ചപ്പാട് വെച്ചു പുലർത്തിയവരാണ് നമ്മൾ ഹിന്ദുക്കൾ.
വിളിച്ചവരല്ല നമ്മൾ. ഋതുന്തോ വിശ്വമാര്യം അമൃതസ്യ പുത്ര എന്ന് വിളിച്ചവരാണ് നമ്മൾ. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞവരാണ്. സർവേ ഭവന്തു സുഖിന എന്ന് പറഞ്ഞവരാണ്. നക്ഷത്രങ്ങൾക്ക് അതീതമായ ഭാവാത്മകമായ കാഴ്ചപ്പാട് വെച്ചു പുലർത്തി ഈ സനാതന ധർമ്മത്തെ ഒട്ടും കരിന്തിരി കത്താതെ തെളിമങ്ങാതെ അടുത്ത തലമുറക്ക് കൈമാറുവാനുള്ളതാണ് ഈ മഹാസത്സംഗം. എറണാകുളം ജില്ലാ സമിതി വളരെ മനോഹരമായിട്ട് ഈ സത്സംഗത്തെ കോർഡിനേറ്റ് ചെയ്തു. ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പങ്കാളിത്തം ഇവിടെ ഉണ്ടായി. ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച അസാധ്യമായ ഒരു മക്കളെ മനസ്സു വെച്ചതിൽ പ്രസുപ്ത ശക്തി സ്രോതസ്സുകളെ തുറന്നു വെട്ടിയത് ജഡത്വമല്ല നമ്മളിലുള്ളത് വിശുദ്ധ ചൈതന്യം നമുക്ക് മൂന്നടി വയ്ക്കാൻ പോലും ഈ പ്രപഞ്ചമുണ്ടാകെ. മൂന്നടി കൊണ്ട് സമസ്തരവും വളർന്ന വാമനന്റെ ഉറുവിയുടെ പിന്താൻ തുറക്കാനാണ് നമ്മൾ. അങ്ങനെയുള്ള നമുക്ക് ഈ ലോകത്തോട് ഒരുപാട് ദൗത്യമുണ്ട്. ആ ദൗത്യത്തെ നമുക്ക് ഒന്നായി നിർവഹിക്കുവാൻ ഈ മഹാസത്സംഗം കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. ഒപ്പം നമ്മുടെ ഇനിയുള്ള യാത്രയിൽ എല്ലാവരെയും ഒന്നിച്ച് കാണണം. വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന സത്സംഗത്തിൽ മാത്രം വന്നാൽ പോരാ, ഒത്തിരി കാര്യങ്ങൾ ഒന്നിച്ചു ചെയ്യുവാനുള്ള ഒരു കാലമേൽപ്പിച്ച നിയോഗം ഭഗവാൻ ചില നിയോഗങ്ങൾ ചില ആളുകൾ ഏൽപ്പിക്കും. നമ്മളത് ഭംഗിയായിട്ട് ചെയ്യാം. ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല, പോലീസിന് പിടിക്കില്ല. പക്ഷേ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. നോ പറയാൻ എളുപ്പമാണ്. നോ എന്ന് പറഞ്ഞാൽ എനിക്ക് നാദാപുരത്തും നിങ്ങൾ എറണാകുളത്തും നിങ്ങളുടെ വീട്ടിലിരുന്നാൽ നോ എന്നായിരുന്നു ഇന്നത്തെ മഹാസാംഘിക സത്സംഗം വേണ്ട എന്നാണ് നമ്മൾ തീരുമാനിച്ചെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലും സുനിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലും അധികാരിക്ക് ആ വീട്ടിലും എനിക്ക് എന്റെ വീട്ടിൽ വിളിക്കാം. യേസ് എന്നാണെങ്കിൽ കുറച്ച് മെനക്കെടുക്കണം, പണിയെടുക്കണം, പൈസ വേണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വ്യക്തിഗത കാര്യങ്ങൾ മാറ്റിവെക്കണം. പക്ഷേ ഇത് മാറ്റിവെച്ചില്ലെങ്കിൽ നമുക്ക് നാളെ ഒരുപാട് വില കൊടുക്കേണ്ടി വരും. ഇന്ന് അല്പസമയം മാറ്റിവെക്കുവാൻ ഹിന്ദുക്കൾ തയ്യാറായില്ലെങ്കിൽ നാളെ നമുക്ക് അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നാളെ ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യണം, ഇന്ന് ചെയ്യേണ്ട കാര്യം ഇപ്പൊ ചെയ്യണം. എല്ലാം നാളേക്ക് മാറ്റിവെച്ച് നമ്മൾ കുഴി മടിയന്മാരായി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഒന്നിച്ചു ചെയ്യും.